കർത്താവിൻ്റെ ധന്യനാമം അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന മണവാട്ടി സഭയെ ശുശ്രൂഷിപ്പാൻ പ്രപഞ്ചത്തിൽ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ അതിയായി വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. എനിക്ക് വളരെ ബഹുമാന്യരും യേശുക്രിസ്തുവിൽ പ്രസിദ്ധരുമായ വിശുദ്ധന്മാരോട് ഒരുമിച്ച് ദൈവഭൃത്യന്മാരോട് ഒരുമിച്ച് എനിക്ക് ഇന്ന് രാത്രിയിലായിരിക്കാനിടയായതിൽ ദൈവത്തെ വാഴ്ത്തുന്നു. സമയത്തിൻ്റെ പരിമിതിയാൽ മറ്റൊരു വാക്ക് ഞാൻ ആവർത്തിക്കാതെ തിരുവചനത്തിലേക്ക് വേഗത്തിൽ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? ഒരു ഹല്ലേലൂയ ഉറക്കം, ശക്തിയോടെ ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൻ്റെ ആഴമായ ചിന്തയിലേക്ക് പോകുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുക. ഒരു മിനിറ്റ് പോലും നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും കളയരുത്. അടുത്തൊരുറ്റ മണിക്കൂർ നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ മണിക്കൂറായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളുടെ കാതുകളിൽ ഇന്നുവരെ എത്താത്ത ഒരു സന്ദേശം ഇന്ന് രാത്രി കർത്താവ് നിങ്ങളുടെ ചെവിയിലെത്തിക്കും. ചേർന്ന് കർത്താവിനെ സെലിബ്രേറ്റ് ചെയ്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശക്തിയോട് പറഞ്ഞാട്ടെ. എല്ലാവരെയും ബഹുമാനിക്കുന്നു. എല്ലാവർക്കും അർഹമായ ബഹുമാനം നൽകിക്കൊണ്ട് വേദപുസ്തകത്തിലേക്ക് തിരിയുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ സഹോദരി സഹോദരന്മാരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളടച്ച് നിങ്ങളുടെ ആധരങ്ങൾ തുറന്ന് അടുത്തിരിക്കുന്ന ദൈവമക്കളെ മറന്ന് ചില മിനിറ്റുകൾ വായി തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ അന്തരീക്ഷം ദൈവശക്തി കൊണ്ട് നിറയട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി. ഒരു ദൈവദാസന്റെ പേര് ഉയരാനല്ല, ഇവിടെ ആയിരിക്കുന്ന ആരുടെയും നാമം ഉയരാനല്ല, യേശുവിൻ്റെ നാമം മാത്രം ഉയരട്ടെ. ഞങ്ങളൊക്കെ മറഞ്ഞു പോകട്ടെ, ഞങ്ങളുടെയൊക്കെ പേരുകൾ താണു പൊയ്ക്കൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി ഉയരട്ടെ. അവൻ്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നോ അവിടെ വിടുതലുകൾ വ്യാപരിക്കുകയാ. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ദൈവമക്കൾക്ക് വെറുതെ സ്തോത്രം പറയാൻ പറ്റത്തില്ല. അവരുടെ നാവ് സ്തോത്രത്തിന് തുറന്നാൽ അഗ്നിമയമായ മറ്റൊരു ഭാഷ അവരുടെ നാവിൽ വരും. എല്ലാവരും വായുകൾ തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇത് തോൽവിയുടെ രാത്രിയല്ല, ഇത് ജയത്തിൻ്റെ രാത്രിയാണ്. പിശാച് തോൽക്കുന്ന രാത്രിയാണ്. സർവശക്തനായ ദൈവം തൻ്റെ അനാദി നിർണയത്തിൽ ഒരുക്കി വെച്ച സ്വർഗീയ വിടുതലിൻ്റെ കലവറ തുറക്കുന്ന രാത്രിയായി രാത്രി. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തിക്കാട്ടെ. അന്യഭാഷയിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചിട്ടുണ്ട്? വായി തുറന്ന ദൈവം തന്ന വിലപ്പെട്ട ഭാഷയിൽ ചില മിനിറ്റുകൾ അശുദ്ധ ശക്തികൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, യേശു ക്രിസ്തു എന്ന നാമത്തിൽ ഈ രാത്രി തിരുസന്നിധിയിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനം കേൾപ്പാനുള്ള വിശപ്പോടെ ദാഹത്തോടെ തിരുസന്നിധിയിൽ ഇരിക്കുന്ന അവിടുത്തെ ജനത്തെ കണ്ട് ഇന്ന് രാത്രി നീ മനസ്സലിഞ്ഞ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചന പ്രഘോഷണത്തിനും ആത്മാവിന്റെ വിടുതലിനും തടസ്സമായി ദേശത്ത് വ്യാപരിക്കുന്ന ഇരുളിന്റെ ആധിപത്യങ്ങളെ യേശുവിൻ നാമത്തിനാൽ ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് അവയെ ബന്ധിക്കുകയാണ്. ദുഷ്ടശക്തികളെ കീഴടങ്ങായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ, വിടുതലിന്റെ രാത്രിയായി മാറട്ടെ, ബന്ധനങ്ങൾ മുറിയുന്ന രാത്രിയായി മാറട്ടെ, ശാപക്കെട്ടുകൾ അഴിഞ്ഞു മാറുന്ന രാത്രിയായി മാറട്ടെ. ജനം ചെങ്ങലകൾ കുടഞ്ഞു കളഞ്ഞ് ഈ രാത്രി നിന്നെ ആരാധിക്കുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ പിതാവേ. മഹത്വം മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി, യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ ദൈവത്തിന് കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ കൊടുത്താട്ടെ. പോരാ, ഒരു ശബ്ദമുയർത്തി ഒരു പ്രാവശ്യം കൂടെ. രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി തിരുവചനത്തിലേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10, 11, 12 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. തോട്ടം നനയ്ക്കാൻ ഒരു നദി ഏദനിൽ നിന്നും പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ എന്ന് പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്നു മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലും ഗോമേദവും ഉണ്ട്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന് പേർ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് രാത്രിയിൽ. ഇതിനകത്ത് ഒരു പ്രധാന സന്ദേശം നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ ദൂതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത സെക്ഷനുകൾ ഉണ്ടായിരിക്കും. എനിക്ക് ഇന്ന് രാത്രി എല്ലാം കൂടെ പൂർത്തീകരിക്കാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ രാത്രി തന്നെ എവിടെയൊക്കെയോ കൊണ്ട് എത്തിക്കേണ്ടി വന്നതുകൊണ്ട് ഗൗരവമായ ദൈവിക സന്ദേശങ്ങളെ വഴിയിൽ പാഴാക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ എത്തേണ്ട ഹൃദയങ്ങളിൽ എത്തേണ്ട നിലവാരത്തിൽ എത്തേണ്ടതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു 3 സെക്ഷനുകൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ ദൈവമക്കൾ. ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ.
ഈ ഭാഗത്തെ കൂടുതൽ മുഖവരെ പറഞ്ഞ് ഞാൻ സമയമെടുക്കുന്നില്ല. വേഗത്തിൽ തിരുവചനത്തിന്റെ ആഴമേറിയ സന്ദേശങ്ങളിലേക്ക് പോവുകയാണ്. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കരുത്. ഇന്ന് രാത്രി മുമ്പിലും പുറകിലുമുള്ളവരെ ശ്രദ്ധിക്കരുത്. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു വലിയ ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവവചനം എപ്പോഴും ആഴമുള്ളതാ. വേദപുസ്തകത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്, കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് രാജാവിന്റെ മഹത്വമാണ്, അതിനെ ആരായുന്നത് അവന്റെ മക്കളുടെ മഹത്വമാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ അതിനെ ആരായുന്നത് ഇവിടെ വന്നിരിക്കുന്ന അവന്റെ മക്കളുടെ മഹത്വമാണ്. ഇന്ന് രാത്രി ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ സ്വർഗത്തിലെ തമ്പുരാന്റെ കലവറയ്ക്കകത്തോട്ട് കയറി ഇന്ന് രാത്രിയിൽ അതിന്റെ മർമ്മങ്ങളെ ആരായുവാൻ തയ്യാറാകണം. കൃപ ലഭിച്ച ദൈവജനത്തിനായി ദൈവത്തെ വാഴ്ത്തുകയാണ്. നമുക്ക് ആരെയും മുൻവിധിയോട് ഇരിക്കേണ്ട, ഇന്ന ദൈവം ഇന്ന പോലെ പ്രസംഗിക്കുന്നോ. നമ്മൾ ഒരുമിച്ചൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. എന്നെക്കാളും ശ്രേഷ്ഠരാ നിങ്ങൾ. ഞാൻ ദൈവത്തിന്റെ അടിമയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിട്ടായിരിക്കുന്നത്. സ്വത്രം. ഞാൻ ഈ പുൾപ്പിറ്റ് നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന നിലയിലല്ല നിൽക്കുന്നത്, ദൈവത്തിന്റെ അടിമയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളായിട്ടായിരിക്കുന്നത്. അപ്പൊ എന്നെക്കാൾ ഇപ്പൊ ഇവിടെ വില നിങ്ങൾക്ക്. അതുകൊണ്ട് സ്വത്രത്തോടിരുന്നാട്ടെ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഏദൻ തോട്ടത്തിൽ നിന്ന് നദി പുറപ്പെട്ടു 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തേതിന് പീശോൻ. അത് ഹവീലാ ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്, പൊന്നു മേത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവുമുണ്ട്, ഗോമേതകവുമുണ്ട്. നല്ല ഒന്നാന്തരം പദങ്ങളാ. നാവിലിട്ടാൽ അതൊരു എക്സസൈസാ. പ്രൈസ് ദി ലോർഡ്. ഏദൻ തോട്ടത്തിൽ 4 നദികൾ പുറപ്പെട്ടു. 4 നദികൾക്കകത്ത് ഒരു നദിക്ക് ഒരു പ്രധാന പ്രത്യേകത. ഒന്നതിനകത്ത് പൊന്നുണ്ട്, പൊന്നു മേത്തരമാണ്. 2 അവിടെ ഗുൽഗുലുവുണ്ട്. 3 അവിടെ ഗോമേതകമുണ്ട്. വേദപുസ്തകത്തിനകത്ത് 4 നദികൾ. കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പറഞ്ഞത്, ഉദ്ഘാടനം നടത്തുന്ന സമയത്ത് പറഞ്ഞു, ഒരു നദി ഇവിടെ പുറപ്പെടുന്നുണ്ട്. വിശ്വസിച്ചോ ഇല്ലയോ, ഇന്ന് രാത്രി ഒരു നദി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. ആ നദിയിൽ നിന്റെ വിടുതലുണ്ട്. നിന്റെ അനുഗ്രഹം ആ നദിയിലൂടെ നിന്റെ അരികിലോട്ട് വന്നുകൊണ്ടിരിക്കുക. വിടുതൽ നിന്റെ അരികിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ നിൽക്കുന്ന ദൈവദാസൻ സൂപ്പർ ഹീറോ ആയതുകൊണ്ടല്ല, എൻ്റെ യേശു വലിയവനായതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഇവിടെ വിടുതലുകൾ നടന്നിരിക്കും. വിശ്വസിക്കുന്നവർ ഷൗട്ട് ചെയ്തൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവപുത്രനായ സർവശക്തനായ ക്രിസ്തുവിന്റെ വെളിപ്പാടുകൾ പഴയ നിയമത്തിന്റെ ഓരോ വാക്കുകൾക്കകത്തുണ്ട്. സ്തോത്രം. ഒരു പക്ഷേ ഇത് വായിക്കുമ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, പുതിയ നിയമത്തിൽ ജീവിച്ചിട്ട് പഴയ നിയമം വേണ്ടെന്ന്. ചില ആളുകൾ ഈ ഇടയ്ക്ക് പറയുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, പഴയ നിയമം വേണ്ടേ വേണ്ട എന്ന്. സ്തോത്രം. എന്തോ തലയ്ക്ക് വട്ട് കയറിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പഴയ നിയമത്തിനകത്ത് പുതിയ നിയമത്തിന്റെ വെളിപ്പാട് കണ്ടെത്താൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. എന്റെ ദൈവം അവന്റെ പുസ്തകത്തിൽ ഒന്നും വെറുതെ എഴുതിയിട്ടില്ല. ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് 22 ഒടുവിലത്തെ വാക്കുവരെ മാർമിക കലവറ തന്നെ. സ്തോത്രം. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. പിന്നെ ഒരു രഹസ്യം കൂടെ നിങ്ങളുടെ മുന്നറിയിപ്പിന് വേണ്ടി പറയാം. പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി എന്ന് പറയുന്ന സകല പുള്ളികളും പ്രസംഗിക്കുന്നത് മുഴുവൻ പഴയ നിയമം. സ്തോത്രമൊക്കെ പോയി. പഴയ നിയമമേ വേണ്ട എന്ന് പറയുന്നവന്റെ പ്രസംഗം അങ്ങോട്ട് എടുക്ക്, അവനകത്ത് മുഴുവൻ ചപ്പും ചവറേ ഉള്ളൂ. സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് പോകുമ്പോൾ അനുഗ്രഹവും വരുമ്പോൾ അനുഗ്രഹവും ഇല്ല. പുതിയ നിയമത്തിൽ ഉയരത്തിൽ അനുഗ്രഹമേ ഉള്ളൂ. മനസ്സിലാവുന്നോ ഞാൻ പറയുന്നത്? കഴിയുന്നിടത്തോളം ചിലതിനെയൊക്കെ ഡിസപ്ഷനിൽ നിന്ന് പുറത്തെടുക്കാൻ കർത്താവ് ഈ രാത്രിയിലും കൃപ നൽകട്ടെ. എന്നെ സ്വർഗ്ഗം ഏൽപ്പിച്ചേക്കുന്നത് ക്രിസ്തുവിന്റെ സഭയെ കബളിപ്പിക്കാനല്ല, ക്രിസ്തുവിന്റെ സഭയെ രക്ഷിക്കാനാ. പൗലോസ് ഒരിക്കൽ ഭയത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ ശത്രു ചതിക്കുമോ വഞ്ചിക്കുമോ എന്ന് വെച്ച് ഞാൻ ഭയപ്പെടുകയാണ്. ഇന്ന് രാത്രിയിലും പഴയ നിയമത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിന്റെ മാർമിക സത്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. എത്ര പേർക്ക് ഒരു ജയകരമായ യാത്രയ്ക്ക് തയ്യാറുണ്ട്? എല്ലാവരോട് ചേർന്നൊന്നുകൂടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. വേദപുസ്തകത്തിലെ ഈ പ്രധാന സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് 4 നദികൾ പുറപ്പെടുന്നെങ്കിലും മറ്റ് നദികൾക്കില്ലാത്തൊരു പ്രത്യേകത ഈ നദിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. യഹൂദ മത പണ്ഡിതന്മാരുടെയും റബിമാരുടെയും പഠനം അനുസരിച്ചും കഴിഞ്ഞ കാലത്തെ ഏൻഷ്യൻ ട്രഡീഷൻ ഒക്കെ അനുസരിച്ച് പഠിച്ചാൽ ഏദൻ പൂങ്കാവനത്തിൽ നിന്നും കിഴക്കോട്ട് പുറപ്പെട്ട നദിയാണ് പീശോൻ നദി എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. മനുഷ്യരാശിയെ സ്വർഗം ഇറക്കി വിട്ടതും കിഴക്കോട്ട. ഇറക്കി വിട്ട ദിക്കിലേക്കായി നദി ഒഴുകുന്നത്. അങ്ങനെങ്കിൽ ഈ നദിക്ക് പാരലായിട്ട ഒരു മനുഷ്യൻ ഇപ്പോൾ നടക്കുന്നത്. അല്പം തോൽവി ഇവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും മടങ്ങി വരാൻ തൽക്കാലം അവസരമില്ലെങ്കിലും ഇവൻ പോകുന്ന ദിക്കിൽ ഇവനെ ബലപ്പെടുത്തുന്ന ദൈവിക സത്യങ്ങൾ നിറഞ്ഞ ഒരു നദി അവന് മുമ്പേ ഒഴുകുകയാണ്. ഒരു രഹസ്യം പറഞ്ഞോട്ടെ. സ്തോത്രം. ആദാമിനെ കിഴക്കോട്ട് ഇറക്കി വിടുന്നതിന് മുമ്പേ കിഴക്കോട്ട് നദി പുറപ്പെട്ടു. ആദാം പഴം തിന്ന് പാപം ചെയ്യുന്നതിന് മുമ്പേ ഈ നദി പുറപ്പെട്ടു. ആദാം തോൽക്കുന്നതിന് മുമ്പേ ഈ നദി പുറപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഇവൻ തോൽക്കുമെന്നറിയാവുന്ന തമ്പുരാൻ ഇവനെ ഇറക്കി വിടുന്ന ദിക്കിലോട്ട് ഒരു മഹത്വമേറിയ ദൈവിക വെളിപ്പാടോടെ ഒരു നദിയെ പുറപ്പെടുവിക്കുകയാണ്. ഈ നദിക്കകത്ത് ഒരു രഹസ്യമുണ്ട്. ഒന്ന്, അവിടെ പൊന്നുണ്ട്. ഇന്ന് രാത്രിയിലെ ചിന്ത പൊന്ന് എന്ന ചിന്തയാ.
പെന്തക്കോസ്തിന് പൊന്ന് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും പൊന്നിന്റെ മഹത്വം പഠിപ്പിക്കാൻ പോവുക. സന്തോഷത്തോടെ കേൾക്കണമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഓരോ സ്ഥലങ്ങളിൽ വായിക്കുമ്പോൾ പൊന്നിനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു പൊന്നുകൊണ്ടുണ്ടാക്കണം. പൊന്നുകൊണ്ടുണ്ടാക്കും എന്ന് പറഞ്ഞ് ചിലടത്ത് പറഞ്ഞു തങ്കം കൊണ്ടുണ്ടാക്കണം, ചിലതിനെ കതിരമരം കൊണ്ടുണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ പൊന്നുകൊണ്ട് പൂശണം. പൊന്ന് എന്നൊരു വസ്തു വിശുദ്ധ ബൈബിളിൽ വ്യക്തമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ ആശയങ്ങളുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പലയിടങ്ങളിൽ അവന്റെ വെളിപ്പാടുകൾ പൊന്നിനോട് താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം അവസാനം വരുമ്പോൾ പുത്തൻ മണവാട്ടി സഭയ്ക്ക് ഒരു ദൈവിക സ്തോത്രം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പറയുന്നത് ഇങ്ങനെയാ: സ്ഫടികത്തിനൊത്ത തങ്കം എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം കാണാൻ പറ്റുന്ന, ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ മറു സൈഡ് കാണാൻ പറ്റുന്ന സ്തോത്രം തങ്കം കൊണ്ടാണ് ജെറുസലേം നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ പുത്തൻ യെരൂശലേം അതിന്റെ തെരുവീതികൾ ദൈവത്തിന്റെ കൃപയാ തങ്കം കൊണ്ട്. ഒരാത്മീകനെ കുറിച്ച് ഞാൻ പറയാൻ പോവാ, ശ്രദ്ധിക്കണം. ആത്മീകൻ സ്വർഗത്തിലെ വെളിപ്പാടിൽ ജീവിക്കുന്നവന്റെ കാലിന്റെ ചോട്ടിലായിരിക്കണം പൊന്ന്. പൊന്നിനെ കാൽ ചോട്ടിൽ വെച്ച് അതിന്റെ മീതെ നടക്കുന്ന വിശുദ്ധന്മാർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ജീവിതത്തിൽ എന്തോ വന്നു കൂടിയാലും, എത്ര നന്മ കൂടിയാലും, എത്ര അനുഗ്രഹം കുമിഞ്ഞു കൂടിയാലും നിനക്കത് ഒറ്റ ഒരു കാര്യമായിട്ടേ തോന്നാവൂ, എനിക്ക് നടക്കാൻ പറ്റിയ ഒന്നായേ തോന്നാവൂ. അത് തലയിൽ ചുമക്കുന്നതല്ല ആത്മീകന്റെ ലക്ഷണം, അതിന്റെ മീതെ നടക്കുന്നത് ആത്മീകന്റെ ലക്ഷണം. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി ലഭിച്ച നന്മ, ഭൂമിയിലെ ഭൗതികത തലയിൽ ചുമക്കുന്നവനല്ല ആത്മീകൻ. അതിനെ താഴെയിട്ട് അതിന്റെ മീതെ നടന്നിട്ട് പറയണം, ഞാൻ നടക്കാൻ പോകുന്ന ഒരു ദിവസം പുത്തൻ യെരൂശലേമിൽ, അവിടെയും ഇത് തന്നെയാ. അതാണ് സ്വർഗീയന്റെ വെളിപ്പാട്. ഇന്ന് രാത്രിയിൽ സ്വർഗീയ വെളിപ്പാടുള്ള ദൈവമക്കൾ ഇതിനകത്ത് എഴുന്നേൽക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാ സ്വർഗത്തിലെ ദൈവം ഈ ഒഴുകിപ്പോകുന്ന നദിയെ നോക്കി പറഞ്ഞു അവിടെ പൊന്നുണ്ട്? എന്നിട്ട് പറയുകയാണ് ആ പൊന്ന് മേത്തരമാണ്. മേത്തരം എന്ന വാക്കിന് അല്ലെങ്കിൽ ഗുഡ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ അർത്ഥം ഫിനിഷ്ഡ് എന്ന. ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഇനിയും അതിനെ ഊതിക്കഴിക്കണ്ട, ഇനിയും അതിന്റെ കീടം മാറ്റണ്ട, ഇനിയും അതിനകത്തെ അഴുക്കെടുത്ത് കളയണ്ട. പെർഫെക്റ്റ് ഗോൾഡ് ഈ നദിക്കകത്തുണ്ട്. ഗോൾഡ് എന്ന വാക്കിന്റെ എബ്രായ പദം സഹാഫ് എന്നാണ്. സഹാഫ് അല്പം ആരംഭത്തിൽ ഇച്ചിരി പഠിപ്പിച്ചെങ്കിലേ മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് എങ്ങും പിടികിട്ടാതെ പോകും. സ്വത്രം സഹാഫ് എന്ന വാക്ക് മലയാളിക്ക് സുപരിതമാണ്. കാരണം ഒരു ചെറിയ ആക്സന്റ് മാറ്റിയാൽ മതി. സഖാവ്. കമ്മ്യൂണിസ്റ്റ് സഹോദരന്മാരെ സഖാവ് എന്നാ വിളിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ഇവിടെ സഖാവ് മാറി സഹാവാക്കണം. സഹാഫ്. സഹാഫ് എന്നാൽ ഹീബ്രു ബൈബിളിലെ 3 അക്ഷരം കൊണ്ട് എഴുതിയേക്കുന്നത് സെയിൻ ഹേ പെയ്ത്ത്. സെയിൻ ഹേ പെയ്ത്ത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. ഹലോ, എല്ലാവരും പോയി. സെയിൻ ഹേ പെയ്ത്ത് എന്തോ അതിന്റെ അർത്ഥം? 22 അക്ഷരങ്ങൾക്കും അർത്ഥമുണ്ട്. സെയിൻ എന്ന വാക്കിന്റെ അർത്ഥം മട്ടോക്ക്. മട്ടോക്ക് എന്നാൽ കൃഷി വിഭവങ്ങൾ കൊയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന ആയുധം. ഹേ എന്നാൽ കൈ ഉയർത്തി നിൽക്കുന്ന പുരുഷൻ ജനത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ബിഹോൾഡ്, ഇങ്ങോട്ട് നോക്കുവിൻ. ഹേ എന്നാൽ ഇങ്ങോട്ട് നോക്കുവിൻ. സെയിൻ എന്നാൽ നമുക്ക് വേണ്ടി കൃഷി വിഭവത്തെ വെട്ടിയെടുക്കുന്ന ആയുധം. ബെയ്ത്ത് എന്നാൽ ദൈവത്തിന്റെ ഭവനം. സെഹാവ് എന്നാൽ ഗോൾഡ്. ഇതിനകത്ത് ഒരു മർമ്മം കിടക്കുക. സെയിൻ എന്നാൽ നമ്മുടെ പുഷ്ടിക്കായി കൊയ്തെടുക്കുക. ഹേ എന്നാൽ ഇങ്ങോട്ട് നോക്ക്. ബെയ്ത്ത് എന്നാൽ ദൈവഭവനം. ഈ 3 അക്ഷരത്തിനും ആഴമായ അർത്ഥം കൊടുത്താൽ ഇത്രയും പറയാം. നോക്കൂ, നമ്മുടെ പുഷ്ടിക്കായി ഒരുത്തൻ ദൈവഭവനത്തിൽ മുറിക്കപ്പെട്ടു. ഒന്നും മനസ്സിലായില്ല. നോക്കൂ, നമ്മുടെ പുഷ്ടിക്കായി ഒരുത്തൻ ദൈവത്തിന്റെ ഭവനത്തിൽ മുറിക്കപ്പെട്ടു. ആരെക്കുറിച്ചാ പറഞ്ഞത്? ഉലകത്തിന്റെ സ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കുറിച്ചാ പറഞ്ഞത്. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് ഏദൻ പർദീസിലേക്ക് കയറി വരാൻ യോഗ്യതയില്ലാതെ സ്വർഗത്തിലെ തമ്പുരാൻ പുറത്താക്കിയ മനുഷ്യനോട് സ്വർഗം ഒരു വെളിപ്പാട് പറഞ്ഞു കൊടുക്കുക. നീ പൊയ്ക്കോ, നീ പോകുന്ന ദിക്കിലേക്ക് നിനക്ക് പാരലായിട്ടൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയിൽ നിന്നെ പുഷ്ടിപ്പെടുത്താൻ തകർക്കുന്ന ദൈവപുത്രന്റെ ഒരു വെളിപ്പാട് വ്യാപരിക്കുന്നുണ്ട്.
ഇന്ന് രാത്രി ബലഹീനരായി, ദുഃഖിതരായി, തകർന്നവരായി, രോഗികളായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് പറയാൻ, എന്റെ ദൈവം എനിക്കേൽപ്പിച്ച സദ്വർത്തമാനം നിനക്ക് പാരലായി. ഹലോ, നിനക്ക് പാരലായി. നീ പോകുന്ന ദിക്കിൽ നിനക്ക് പാരലായി ഒരു വിടുതലിന്റെ നദി ഒഴുകുന്നുണ്ട്. ഇന്ന് രാത്രി ആ നദി നിനക്ക് വിടുതൽ നൽകിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പരമമായ രഹസ്യം ഇതാണ്. മനുഷ്യൻ പോയ ദിക്കിലാണ് ഇത് ഒഴുകുന്നത്. എന്ന് പറഞ്ഞാൽ നീ നദി തേടി പോകണ്ട, അത് നിന്റെ അരികിലൂടെ ഒഴുകുകയാണ്. ഒരു വെളിപ്പാട് ഞാൻ പറയാൻ പോവാ. ഇന്ന് രാത്രി ഷാർജ വർഷിപ്പ് സെന്ററിൽ വിശ്വസിച്ച് ആരാധിക്കുന്ന നിന്റെ അരികിലൂടെ നിന്നെ വിടുവിക്കുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. ഇന്ന് രാത്രി നിന്റെ അത്ഭുതം ആ നദിക്കകത്തുണ്ട്. നിന്റെ വിടുതൽ ആ നദിക്കകത്തുണ്ട്. നിനക്ക് വേണ്ട കൃപാവരം ആ നദിക്കകത്തുണ്ട്. നീ അതിനെ തേടി പോകണ്ട, അത് നിനക്ക് പാരലായിട്ട് ഒഴുകുകയാ. വിടുതൽ എന്തിയേ? അവിടെ കിട്ടുമോ? വിടുതൽ എന്തിയേ? ഇവിടെ കിട്ടുമോ? വിടുതൽ എന്തിയേ? ആ ദൈവദാസന്റെ അടുത്ത് കിട്ടുമോ എന്ന് പറഞ്ഞ് പരക്കം പായണ്ട. നീ പോകുന്ന ദിക്കിൽ നിനക്ക് മുമ്പേ ഒരു നദി ഒഴുകുകയാണ്. അതിനകത്തൊരു മർമ്മമുണ്ട്. നിനക്ക് വേണ്ടി നിന്നെ പുഷ്ടിപ്പെടുത്തുവാൻ, നിന്നെ ഉദ്ധരിക്കുവാൻ, നിനക്ക് ബലം തരുവാൻ, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരുവൻ ദൈവഭവനത്തിലുണ്ടെന്ന്. ആദാം ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ അവന്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത, ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്, ഇപ്പോ നിരാശയോടെ പോകുന്നത്, പക്ഷേ ഞാൻ പോകുന്ന ദിക്കിൽ എനിക്ക് വേണ്ടി ഒരു ദൂത് ശേഷിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നുണ്ട്? ഞാനൊരു വെളിപ്പാട് പറയാൻ എൻ്റെ ഉള്ളിൽ കർത്താവ് പറയുക, ഇന്ന് രാത്രി നിന്റെ അടുത്തൂടെ ആ നദി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ ദൂത് ചിലർക്ക് ഒരു ലോഗോസ് ആയിട്ട് തോന്നും, വേറെ ചിലർക്ക് അതൊരു റേമയാണ്. റേമ കിട്ടിയ പിന്നെ വെറുതെ ഇരിക്കരുത്, പ്രതികരിക്കാൻ തയ്യാറാകണം. ഒരു ദിവസം യേശു കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വരികയാണ്. നടന്നു വരുന്ന യേശുനാഥനെ നോക്കി ശിഷ്യവൃന്ദം ഒരുമിച്ച് പറഞ്ഞു, ഇവൻ ഭൂതമാണ്. ആദ്യത്തെ ഇവരുടെ അഭിപ്രായം ഭൂതം. അങ്ങനെ എന്തെങ്കിലും പുത്തം കണ്ടാൽ നമ്മുടെയൊക്കെ ആദ്യത്തെ അഭിപ്രായം ഭൂതം എന്നാ. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത് ഭൂതമല്ല. എടാ, ഭൂതമല്ല, ഞാൻ ആകുന്നു എന്ന്. അയാം എന്ന് പറഞ്ഞാൽ ഞാൻ ആകുന്നു. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോ പത്രോസ്, നീ ആകുന്നെങ്കിൽ ഞാൻ നിന്റെ അടുക്ക വരാൻ കൽപ്പിക്കണം. ക്രിസ്തു പറഞ്ഞു, വരിക. വരിക എന്നൊരൊറ്റ വാക്ക് കേട്ടപ്പോ 12 എണ്ണത്തിന്റെ കാതിലും ആ ശബ്ദം കേട്ടു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. 12 എണ്ണത്തിന്റെ കാതിലും ഈ ശബ്ദം കേട്ടു. 11 എണ്ണം അവിടെ ഇരുന്നു. ഒരുത്തൻ ആ വാക്കിന്റെ മുമ്പിൽ എഴുന്നേറ്റു. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോ ഇരിക്കുന്നവർ അവിടെ ഇരിക്കട്ടെ. ദൈവം എന്നോടാ പറഞ്ഞെന്ന് പറഞ്ഞ് കാലെടുത്ത് മുമ്പോട്ട് വെക്കുന്നവർ 11 പേര് നോക്കി നിൽക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ മീതെ നടന്ന് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രിയിലെ ദൂത് ചിലർക്ക് ലോഗോസ, പക്ഷെ ചിലർക്ക് ഇത് റേമയാണ്. എത്ര ദൈവജനം ഹല്ലേലൂയ പറയാൻ തയ്യാറാകും? ഒരു ദിവസം ഞാൻ പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ഈ പെരുവെള്ളത്തിൽ നീ എടുത്തു ചാടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അവന്റെ മറുപടി, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വരിക എന്നൊരു വാക്ക് ഞാൻ കേട്ടതാ. സ്തോത്രം. കുറെ വർഷത്തിനു മുമ്പ് ഈ വരിക എന്നൊരു വാക്ക് ഞാൻ കേട്ടതാ. അന്ന് ആ വരിക എന്ന വാക്കും കേട്ടപ്പോ വള്ളവും വലയും വിട്ട് ഞാൻ ഇവന്റെ പുറകെ പോയതാ. ഇന്ന് വരെ എനിക്കൊരു കുറവും വന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അന്ന് വരിക എന്ന് വിളിച്ചപ്പോ ഇറങ്ങിത്തിരിച്ച എനിക്ക് ഒരു കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ പെരുവെള്ളത്തിൽ വെച്ച് എന്നെ വിളിച്ചാലും ഞാൻ കാലെടുത്തിറങ്ങും. കാരണം വഴിയിൽ ഇട്ടിട്ട് പോകുന്നവനല്ല എന്റെ ദൈവം. ഇത് എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ പോകുന്ന ദിക്കിൽ മനുഷ്യന് പാരലായി, മനുഷ്യൻ അതേ അവസ്ഥയിൽ അതേ ദിക്കിലേക്ക് ഒരു നദി ഒഴുകുന്നു. സ്വർഗം പറഞ്ഞു, അവിടെ സഹമുണ്ടടാ, അവിടെ പൊന്നുണ്ട്. മനുഷ്യൻ ഊതിക്കഴിച്ച് പെർഫെക്റ്റ് ആക്കണ്ട, അത് പെർഫെക്റ്റ് ഗോൾഡാ. എന്തോ അതിന്റെ അർത്ഥം എന്നറിയാമോ? നീ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി അറുക്കപ്പെട്ടവൻ, നീ ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ. ഞാനൊരു ദൂത് വിളിച്ചു പറയാൻ പോവാ. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് സത്യമാണെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ പരാജയനായി ജീവിക്കത്തില്ല. വെല്ലുവിളിയോടെ ഞാൻ വിളിച്ചു പറയുന്നു, എനിക്ക് വേണ്ടി ഒരുത്തൻ മരിച്ചെങ്കിൽ, എനിക്ക് വേണ്ടി ഒരുത്തൻ തകർക്കപ്പെട്ടെങ്കിൽ ഇനിയും ഞാൻ ഈ തകർന്ന അവസ്ഥയിൽ കിടക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ അതിനെ കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കാൻ പോകുകയാണ്. കാരണം എനിക്ക് വേണ്ടി ഒരുത്തൻ തകർക്കപ്പെട്ടു.
പ്രൈസ് ഗോഡ്. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകുകയാ. പൊന്നിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ പൊന്ന് ക്രിസ്തുവിന്റെ കഷ്ടതയെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വെളിപ്പാടോടെ ഇനിയും സമാഗമന കൂടാരത്തിലേക്ക് കയറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹലോ. സമാഗമന കൂടാരത്തിനകത്ത് ഓരോ പൊന്നിനെ കാണുമ്പോൾ പറയണം, ക്രിസ്തുവിന്റെ കഷ്ടപ്പാടാ. അതിനകത്ത് എനിക്ക് ഒരു രഹസ്യമുണ്ട്. ഒരു ദിവസം കർത്താവ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. റോമാലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു പദമുണ്ട്, ക്രിസ്തു എനിക്ക് വേണ്ടി പ്രായച്ചിത്തമായി. ക്രിസ്തു എനിക്ക് വേണ്ടി പ്രായച്ചിത്തം എന്നതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് പദം പ്രൊപ്പിസിയേഷൻ. പ്രൊപ്പിസിയേഷൻ എന്നാൽ സ്തോത്രം, കൃപാസനം. ക്രിസ്തു എനിക്ക് വേണ്ടി കൃപാസനമായി. കൃപാസനം പ്യുവർ തങ്കം കൊണ്ടുണ്ടാക്കണം. ക്രിസ്തു എനിക്ക് പകരമായി അവൻ കൃപാസനമായി. കൃപാസനത്തിനൊരു പ്രത്യേകതയുണ്ട്. പെട്ടകത്തിന്റെ അകത്തിരിക്കുന്ന ന്യായപ്രമാണത്തെ മറയ്ക്കുന്നത് ഈ കൃപാസനമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന ന്യായപ്രമാണം ഇങ്ങനെ പറയും, വിശ്വസിക്കുന്നവൻ, ജീവിക്കുന്നവൻ, ഇത് അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, അനുസരിക്കാത്തവൻ മരിക്കണം. കുറ്റം വിധിക്കുന്ന, ശിക്ഷ വിധിക്കുന്ന, എവിടെ വന്നാലും നിന്നെ ആക്ഷേപിക്കുന്ന, നിന്റെ മരണം ആഗ്രഹിക്കുന്ന ഒരു പ്രമാണം ഇതിനകത്തിരിക്കുമ്പോ സ്വർഗം പറഞ്ഞു, അതിന്റെ മീതെ ഞാൻ ഒരു കൃപാസനമാകയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഇനിയും ന്യായപ്രമാണം നിന്നെ തൊടത്തില്ല, ഇനിയും ന്യായപ്രമാണം നിന്നെ കൊല്ലത്തില്ല, ഇനി ന്യായപ്രമാണം നിന്നെ കുറ്റം വിധിക്കത്തില്ല, ഇനി ന്യായപ്രമാണം നിന്നെ കല്ലെടുത്തെറിയത്തില്ല. കാരണം ഞാൻ ആ പ്രമാണത്തെ മറച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി യേശു കർത്താവ് പ്യുവർ ഗോൾഡാ. ദാണ്ട മറച്ചു വെച്ചേക്കുക കൃപാസനത്തെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. അടുത്തൊരു രഹസ്യം, ഈ പൊന്ന് കൊണ്ടുണ്ടാക്കിയ കൃപാസനത്തിൽ രക്തം വീഴണം. ഈ പൊന്നിന്റെ പുറത്ത് രക്തം വീണാൽ ഇതിന്റെ മുകളിൽ ഇറങ്ങുന്ന സർവശക്തനാം തമ്പുരാന് ഇനി പിന്നെ ലോ ഇല്ല, മേഴ്സിയേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞ, ഉടമ്പരാൻ ഇതിന്റെ മോളിൽ വരുമ്പോ പിന്നെ മേഴ്സി ഗോഡാ. പുറത്തോട്ടിറങ്ങിയാൽ ദഹിപ്പിക്കുന്ന അഗ്നിയാ. ബ്ലഡ് വീണതിന്റെ മുകളിൽ വന്നാൽ പിന്നെ അവൻ ദയാലുവാ. കരങ്ങൾ ഉയർത്തി യേശുവിനെ ഉറക്കെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടോ? രക്തം വീണതിന്റെ മീതെ ശക്കേന വന്നാൽ പിന്നെ അവന് ജനത്തെ കൊല്ലാൻ തോന്നത്തില്ല. കാരണം എന്താണോ പ്രമാണം ആവശ്യപ്പെട്ടത് അത് ഈ കൃപാസനത്തിന്റെ മീതെ വന്നു. കൃപാസനത്തിന്റെ മീതെ എന്താ വന്നേ? രക്തം വന്നു. രക്തം എന്തിന്റെ തെളിവാ? മരണത്തിന്റെ തെളിവാ. ഒന്നുകൂടെ പറഞ്ഞാൽ, രക്തം മരണത്തിന്റെ അടയാളമാ. കൃപാസനത്തിന്റെ മീതെ രക്തം വന്നാൽ അർത്ഥം മരണം നടന്നെന്ന. ന്യായപ്രമാണമേ, നീ മരണമാണ് ആവശ്യപ്പെട്ടതെങ്കിൽ നീ ആവശ്യപ്പെട്ട മരണം ദാണ്ട മീതെ നടന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇനി നിനക്കൊരാളെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി മരണം നടന്നു കഴിഞ്ഞു. കരങ്ങൾ അടിച്ചെന്റെ യേശുവിനെ ഉറക്കെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എനിക്കറിയാം, സുവിശേഷത്തിന്റെ കഠിനമേറിയ ഭാഗങ്ങൾ പ്രസംഗിച്ചാൽ പലർക്കും മനസ്സിലാകത്തില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഒരുപാട് ഗൗരവമായ ഭാഗത്തേക്ക് ഞാൻ ഇന്ന് രാത്രി പോകുന്നില്ല. രക്തം മരണത്തിന്റെ അടയാളമാണ്. കരങ്ങളുയർത്തി സ്തോത്രം പറ. മരണത്തിന്റെ. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഒരു കൊച്ചു കുഴപ്പമുണ്ട്. കണ്ണി കണ്ടതിനെ മൊത്തം രക്തം കൊണ്ട് അങ്ങ് പൂശും. പോയി ഇറങ്ങിയപ്പോ വണ്ടി രക്തം കൊണ്ട് മുദ്രയിട്ടു, വീട് രക്തം കൊണ്ട് മുദ്രയിട്ടു, കുഞ്ഞുങ്ങളാണെങ്കിൽ പാവക്കുട്ടിയെ വരെ രക്തത്തിൽ മുദ്രയിട്ടിട്ടാ വന്നേ. സ്തോത്രമൊക്കെ പോയി. മെനഞ്ഞാന്നില്ല കടയിൽ നിന്ന് വാങ്ങിച്ച ഹൈ ഹീൽ ചെരുപ്പ് നീ വീടിന്റെ സഭാഹോളിന്റെ പുറത്തിടുമ്പോൾ നീ അതിനും പറയും എന്റെ കാലിലെ ചെരുപ്പിനെ രക്തം കൊണ്ട് മുദ്രയിടുന്നത്. എടോ, നിന്റെ മണ്ടം വണ്ടിയെ പൂശാനുള്ളതല്ല എൻ്റെ യേശുവിന്റെ രക്തം. നിന്റെ ഹൈ ഹീൽ ചെരുപ്പിനെ പൂശാനുള്ളതല്ല യേശുവിന്റെ രക്തം. നിന്നെ ഏത് പുള്ളിയാ ഇത് പഠിപ്പിച്ച? സ്തോത്രം. നീ പുസ്തകത്തിൽ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ നിനക്ക് ഉപയോഗിക്കാൻ ആ രക്തമെന്ന്? നിന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അല്ല യേശു രക്തം ചിന്തിയെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ രക്തം ചിന്തിയെ. ആരെങ്കിലും സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ.
നിനക്ക് കോഴിക്കൂടിന് പൂശാനല്ല യേശുവിന്റെ രക്തം, നിന്റെ ഉച്ചി പൂശാനും അല്ല യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം ദൈവത്തിന്റെ നിയമത്തിന്റെ ഡിമാൻഡാണ്. രക്തം നിനക്ക് വേണ്ടിയാ ചിന്തിയതെങ്കിലും അതിന് പ്രസാദം വന്നത് ദൈവത്തിന്റെ മുമ്പിലാ, അതിന് തൃപ്തി വന്നത് ദൈവത്തിന്റെ മുമ്പിലാ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ, തല തകർന്ന പിശാചിനെ കാണിക്കാനല്ല യേശു രക്തം ചിന്തിയത്. നിയമത്തിന്റെ മുമ്പിൽ വിട്ടുവീഴ്ചയില്ലാതെ നിയമം നടത്തുന്ന നീതിയുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാ യേശു രക്തം ചിന്തിയത്. Praise the Lord. Praise the Lord. So the gold ക്രിസ്തുവിനെ കാണിക്കുന്നു. മുമ്പോട്ട് പോകാം, അടുത്ത ഭാഗത്തേക്ക് വിശദീകരിക്കാൻ പോകുക. വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ ഗോൾഡ്, പ്രൈസ് ദി ലോർഡ്, ഒരു ദിവസം നമ്മുടെ മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയത് എന്തിനാ? നിയമക്കൽപ്പലക വാങ്ങാനാ. ഇങ്ങോട്ട് ഇറങ്ങി വന്നു, കയ്യിലിരുന്ന കൽപ്പലക തല്ലിപ്പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. സ്തോത്രം. എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രപഞ്ചത്തിൽ ആദ്യമായി ഈ എല്ലാ കൽപ്പനയും കൂടെ ഒരുമിച്ച് പൊട്ടിച്ച ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് മോശയാ. നമ്മുടെ പുള്ളികൾ ഇടക്കിടക്ക് ഓരോന്നേ പൊട്ടിക്കൂ. ഇത് സകലതും കൂടെ ഒരുമിച്ച് തല്ലി പൊട്ടിച്ചു. സ്തോത്രം. കാര്യം ദാണ്ട നിൽക്കുന്നു ഒരു കാളക്കുട്ടി. ഇതിനെ ഉണ്ടാക്കിയത് യഹൂദന്റെ ട്രഡിഷൻ അനുസരിച്ച് പർവ്വയും പൊന്നുകൊണ്ടാ ജെറുസലേമിന്റെ ആലയത്തിന്റെ ഉൾവശം പൂശിയത്. പർവ്വയും പൊന്നിന്റെ പ്രത്യേകത കാളയുടെ രക്തത്തിന്റെ നിറമാണ് എന്ന് പറഞ്ഞാൽ യെരൂശലേം ആലയത്തിന്റെ അകത്തോട്ടൊരാൾ കയറിയാൽ കാണുന്നത് രക്തത്തിന്റെ നിറമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ രക്തത്തിന്റെ നിറമുള്ള ഈ ഗോൾഡ് ആലയത്തിനകത്ത് പൂശിയേക്കുക. ഇതേ ഗോൾഡ് കൊണ്ടാ അവിടെ ആ മരുഭൂമിയിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്. മോശ പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ദേഷ്യം കാരണം ഈ കാളക്കുട്ടിയെ ചുട്ട് വെള്ളത്തിൽ കലക്കി ജനത്തെ കുടിപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ഇതിനകത്തൊരു വലിയ മർമ്മമുണ്ട്. കേൾക്കാൻ ദൈവമക്കൾ ഒരുങ്ങിക്കാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് ഈ കാളക്കുട്ടിയെ ഇവൻ ചുട്ട് വെള്ളത്തിൽ കലക്കിയത്? ഇവൻ പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നപ്പോ ഒരു ദൂത് ദൈവം കൊടുത്തു. ഒരു ചുമന്ന പശുക്കിടാവിനെ നീ അറുത്ത് അതിനെ ചുട്ട് ചാമ്പലാക്കിയാൽ, അതിനെ വെള്ളത്തിൽ കലക്കി ജനത്തിന്റെ മേൽ തളിച്ചാൽ അവരുടെ പാപത്തിന് ശുദ്ധി വരും. ഈ വെളിപ്പാട് വാങ്ങിച്ചിറങ്ങി വരുന്ന മോശ നോക്കിയപ്പോ ചുമന്ന കാളക്കുട്ടിയ, പശുക്കുട്ടിയല്ല. സ്വത്രം. ഇരിക്കട്ടെന്ന് വിചാരിച്ച്, പ്രായചിത്തം വരുന്നെങ്കിൽ വരട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ അതിനെ ചുട്ടു വെള്ളത്തിൽ കലക്കി. അടുത്തൊരു രഹസ്യം ഇതിനകത്തുണ്ട്. ഗോൾഡ്, അതായത് പർവ്വയും പൊന്നിനെ മൈക്രോ പൗഡറാക്കി വെള്ളത്തിൽ കലക്കിയാൽ വെള്ളത്തിന്റെ നിറം രക്തതുല്യമാകും. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ കാളക്കുട്ടിയെ ചുട്ട ആ പൊന്നുകൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ ചുട്ട് പൊടിച്ച ആ പൊടി വെള്ളത്തിൽ വിതറിയപ്പോ വിതറിയ സ്ഥലം രക്തതുല്യമായി. ഒരു സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. ജനത്തെ അവൻ കുടിപ്പിച്ചു. പക്ഷേ ന്യായവിധി വരാതിരുന്നില്ല. മോശ ഇത് ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു ഒരു വെളിപ്പാടില്ല. ഏത് വെള്ളത്തിലാ ഇത് കലക്കിയത്? ഹോരേബിൽ നിന്ന് ഒഴുകുന്ന പിളർന്ന പാറയിലെ വെള്ളത്തിലാ. പിളർന്ന പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിലാ രക്തതുല്യമാകാൻ സാധ്യതയുള്ള ഈ സ്വർണ്ണപ്പൊടി വിതറിയത്. എല്ലാരും ഇങ്ങോട്ട് നോക്കേ. പാറയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൽ പർവ്വയും പൊന്നുകൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയുടെ പൊടി അല്ലെങ്കിൽ ആ ഗോൾഡ് ഡസ്റ്റ് വിതറിയപ്പോ വിതറിയ സ്ഥലം രക്തതുല്യമായി. നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയും, ദാണ്ട രക്തം, തൊട്ടുപുറകിൽ വെള്ളം. ഹലോ, മനസ്സിലായില്ല? ഹോരേബിൽ ഒഴുകി വരുന്ന ഈ നദിയെ നോക്കി നമ്മൾ പറയും രക്തവും വെള്ളവും ദാ ഒഴുകുന്നു. രക്തവും വെള്ളവും ദാ ഒഴുകുന്നു. രക്തവും വെള്ളവും ദാ ഒഴുകുന്നു. മോശേ, നിനക്ക് തോൽവി പറ്റി. ഈ രക്തവും വെള്ളവും ഹോരേബിൽ ഒഴുക്കിയിട്ടും 3000 എണ്ണം ന്യായവിധിയുടെ വാളിൽ വീഴ്ത്തി. എന്നാൽ
എന്നാൽ മോശയേക്കാൾ വലിയ ഒരുത്തൻ ദാണ്ട രംഗത്ത് വന്നു. അവൻ കാൽവറിയുടെ മലമുകളിൽ രക്തവും വെള്ളവും തന്റെ ചങ്ക് പിളർന്ന് ഒഴിച്ചപ്പോ കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മോശ രക്തവും വെള്ളവും ഒഴുക്കി കാണിച്ചെങ്കിലും ജനത്തിൽ ന്യായവിധി വന്നു. എന്നാൽ എൻ്റെ യേശു കൽവറിയുടെ മെട്ടിൽ തൻ്റെ മാറു പിളർന്ന് രക്തവും വെള്ളവും ഒഴുക്കിയപ്പോ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, 3000 എണ്ണം ന്യായവിധിക്കകത്തല്ല പോയത്, 3000 എണ്ണം ആ നദിയിൽ മുങ്ങി കയറി. മോശയേക്കാൾ വലിയ ഒരുത്തൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം തുടങ്ങ. തിരുവചനത്തെ ഗ്രഹിച്ചുകൊണ്ട് വരണമേ. പഴയ നിയമത്തിലെ ഭക്തൻ കാൽവറിയുടെ ഒരു ചെറിയ പതിപ്പ് ഹോരേബ് പർവ്വതത്തിൽ കാണിക്കുക. മോശേ, നിന്നെക്കാ വലുതായ എൻ്റെ യേശു. കാൽവറി ദൈവത്തെ ഒന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു കൊച്ചുദാഹരണം പറയാം. മോശേ പ്ലസ് എഖാദ് മോഷിയാക്ക്. ഹലോ, മോശയുടെ കൂടെ ഒന്നുകൂടെ അധികം ചേർന്നാൽ മോഷിയാക്ക്, അതാ മഷിക. മോശെ വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടു. എൻ്റെ യേശു വെള്ളത്തിന് മീതെ വലിച്ചെടുക്കപ്പെട്ടവനല്ല, വെള്ളത്തിന്റെ മീതെ നടന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നിന്നെക്കാ വലിയവനാ എൻ്റെ യേശു. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. നീ ഗോൽഗോഥ അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷെ എൻ്റെ യേശു ചങ്കിലെ ചോര വളർന്ന് 3000 എണ്ണത്തെ വെള്ളത്തിൽ മുക്കിപ്പൊക്കി. ഇന്ന് രാത്രി എത്ര ദൈവജനത്തിന് ക്രിസ്തുവിന്റെ കാൽവരിക്ക് ഒരു ഹല്ലേലൂയ പറഞ്ഞ് മഹത്വപ്പെടുത്താൻ തയ്യാറാകും? 1-2 ആശയങ്ങൾ കൂടെ വിശദീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള വെളിപ്പാട് ആദ്യം വെളിപ്പെട്ടത് പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിലുണ്ട്. അതിന്റെ പ്രഥമമായ ഒരു വെളിപ്പാട് സമാഗമന കൂടാരത്തില. എത്ര പേർക്ക് മനസ്സിലായി? ഒരു കൊച്ചുദാഹരണം. സമാഗമന കൂടാരം എല്ലാവരും നിങ്ങളുടെ കണ്ണിൽ നിന്ന് കൊണ്ടുവന്നേ. അതിപരിശുദ്ധ സ്ഥലം, അതിന്റെ മുമ്പിൽ വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണം. നേരെ മുമ്പിൽ പുകയുന്ന സുഗന്ധം കൊണ്ടുവരുന്ന ധൂപപീഠം, വലതുഭാഗത്ത് കത്തുന്ന നിലവിളക്ക്, ഇടതുഭാഗത്ത് കാഴ്ചയപ്പത്തിന്റെ മേശ. Glory. Listen to me. മഹത്വമുള്ള അതിപരിശുദ്ധ സ്ഥലം, ധൂപപീഠം, വലതുഭാഗത്ത് മേശ, ഇടതു ഭാഗത്ത് വിളക്ക്, നേരെ മുമ്പിൽ താമ്രത്തൊട്ടി, അതിന്റെ നേരെ മുമ്പിൽ താമ്രയാഗപീഠം. മുകളിൽ നിന്ന് ഒരാൾ നോക്കിയാൽ കാണുന്ന രൂപം, സ്തോത്രം പറഞ്ഞാട്ടെ, മുകളിൽ നിന്ന് ഒരാൾ നോക്കിയാൽ കാണുന്നത് ക്രൂശിന്റെ അടയാളം. ആമേൻ പറഞ്ഞാട്ടെ. ഇതുപോലെ തന്നെ തന്റെ ഇതേ മെതഡില എന്റെ യേശു അന്ന് പത്മോസിൽ വെളിപ്പെട്ടത്. യോഹന്നാൻ പുരോഹിത കുടുംബത്തിൽപ്പെട്ടവന്, അവനെ കണ്ടപ്പോഴേ മനസ്സിലായി അന്ന് ആ മരുഭൂമിയിൽ ഞങ്ങളടിച്ച ആ കൂടാരത്തിന്റെ അകത്ത് വന്നവന് ദാണ്ടി തേജസ്സിൽ നിൽക്കുന്ന ക്രിസ്തു. എങ്ങനെ തെളിവുണ്ട്? ശ്രദ്ധിക്ക്. പത്മോസിൽ നിൽക്കുന്ന യേശുവിനെ നോക്ക്. അവന്റെ തലമുടി വെളുത്ത പഞ്ഞി പോലെ, കൃപാസനം. അവന്റെ ഹൃദയം നിനക്കും എനിക്കും വേണ്ടി വെമ്പുന്ന പ്രാർത്ഥിക്കുന്ന വീരൻ, അത് ധൂപപീഠം. അവന്റെ വലതുഭാഗത്ത് 7 നിലവിളക്ക്. ആ 7 നിലവിളക്കിന്റെ പ്രതിനിധിയായ 7 നക്ഷത്രം. അവന്റെ മുമ്പോട്ട് വാ. അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴുത്ത വെള്ളോടിന് സദൃശ്യം. എന്തുകൊണ്ടാ ചുട്ടുപഴുത്തിരിക്കുന്നത്? യെരൂശലേമിന്റെ ആലയത്തിന്റെ ഏറ്റവും വെളിയിലുള്ള ദൈവത്തിന്റെ യാഗപീഠം എപ്പോഴും പഴുത്തേ ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ചുട്ടുപഴുത്ത വെള്ളോടിന് സദൃശ്യമുള്ള കാല് അവന്റെ യാഗപീഠത്തെ കാണിക്കുന്നു. തലമുടി വെളുത്ത പഞ്ഞു പോലുള്ള മുടി അവന്റെ ഷെക്കേനെ ഇറങ്ങി വരുന്ന അതിപരിശുദ്ധ സ്ഥാനത്തെ കാണിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, അന്ന് പഴയ നിയമത്തിൽ അവരുടെ നടുവിൽ വെളിപ്പെട്ടു വന്ന ആ സർവശക്തനാണ് ഇന്ന് ഏകാന്തതയിൽ ഇരിക്കുന്ന തന്റെ ഭക്തന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നത്.
വചനം ഗ്രഹിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഗ്രഹിച്ച് സ്തോത്രം പറ. കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ നിനക്കൊരു വിടുതൽ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അന്ന് വെളിപ്പെട്ട സർവശക്തൻ പലയിടത്തും അതുപോലെ വെളിപ്പെട്ടു മുമ്പോട്ട് പോകുക. ഒരു ദിവസം യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ ഒരു ഭയങ്കര അത്ഭുതം നടന്നു. അത് വിശദീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹലോ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ ഈ സ്പീഡിൽ പോകുന്നത്. ഇവിടുത്തെ മെട്രോയെക്കാളും സ്പീഡാണ് എനിക്ക് ഇന്ന്. സ്വന്തം മെട്രോയ്ക്ക് സ്പീഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. താങ്ക് ഗോഡ്. ലിസൺ. ഒരു സർവശക്തനായ തമ്പുരാൻ പറഞ്ഞിടാ, നീ പോകുന്നതിന് മുമ്പ് നീ ശേമിന്റെ കൂടാരത്തിൽ അവസിക്കണ്ടേ. ഇച്ചിരി ബാക്കി വരാം. നിനക്കറിയാമോ, നോഹ 8 പേരോട് കൂടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ടു. അറിയാമോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് സ്നാനത്തിന്റെ മുൻകുറിയാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, സ്നാനപ്പെടാത്തവർ ശ്രദ്ധിക്കണം. നീ സ്നാനപ്പെടണ്ട. ഭയങ്കര സമാധാനമായില്ലേ? കാരണം ചാകാത്ത നീ സ്നാനപ്പെട്ടിട്ട് എന്തോ ഗുണം? ചിലത് വീസ എക്സ്റ്റെൻഡ് ചെയ്യാനാ സ്നാനപ്പെടുന്നത്, ചിലർക്ക് ജോലി കിട്ടാനാ സ്നാനം, ചിലർക്ക് ജോലി സ്ഥിരതയ്ക്കാ സ്നാനം. ഇവിടെ നിർത്തടോ മണ്ടത്തരം. ഞാൻ തുറന്നു പറയാം, സ്നാനം രക്ഷിക്കപ്പെട്ടതിന്റെ ലക്ഷണമാണ്. ഒന്നുകൂടെ പറഞ്ഞ, ജനിച്ച കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റാ സ്നാനം. പക്ഷെ പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം, നമ്മുടെയൊക്കെ സഭകളിൽ ഇഷ്ടം പോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ ജനിച്ചത് 5 എണ്ണേ ഉള്ളൂ. സ്വത്രം. കഴിഞ്ഞ വർഷം ഞങ്ങൾ 30 എണ്ണത്തിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു. 3 എണ്ണം ജനിച്ചു, 15 എണ്ണം ചാപ്പളയായി, ബാക്കി മൊത്തം അബോർട്ടഡായി. സ്വത്രം ഉറക്കെ പറഞ്ഞാട്ടെ. എടോ, സർട്ടിഫിക്കറ്റ് കൂട്ടുന്നതിനകത്തല്ല കാര്യം. ചിലർക്കാണെങ്കിൽ ഞാൻ 3 എണ്ണത്തെ സ്നാനപ്പെട്ടു, 1 എണ്ണം പോലും അതിനകത്ത് ജനിച്ചതല്ല. ആ സ്നാനപ്പെടുത്തിയവൻ അതാണ്ട് വീടി മരിച്ചോണ്ട് ആ റോഡിൽ കൂടെ നടക്കുന്നത്. അതല്ല സ്നാനം. ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ ഇനി മരിച്ചവന്റെ കൂട്ടത്തിലല്ല, ഞാൻ പാപത്തിന്റെ കൂട്ടത്തിലല്ല എന്ന് വെളിപ്പെടുത്തുന്നതാ സ്നാനം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രലോഭിപ്പിച്ചല്ല സ്നാനപ്പെടുത്തേണ്ടത്, സഭയിൽ ആളുകൂട്ടാനല്ല സ്നാനപ്പെടുത്തേണ്ടത്. ഈ നടപടി ഈ രാജ്യത്ത് അവസാനിക്കണം. സ്വോത്രമൊക്കെ പോയി അവസാനിക്കണമെന്ന്. നിന്റെ മേശക്കകത്തിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കരുത്. പറ, എത്ര എണ്ണം ജനിച്ചോണ്ടോ നോക്ക്. നോക്ക്, നീ ഒരു 10 വാക്ക് ഒരുമിച്ച് അവന്റെ മുഖത്ത് നോക്കി പറ, അവൻ ജനിച്ചാന്നൊന്ന് ഇപ്പൊ പറയാം. സ്വോത്രം പറഞ്ഞാട്ടെ. അവന്റെ മുഖത്ത് നോക്കി കട്ടിയുള്ള 10 വാക്ക് പറ, അവൻ ജനിച്ചവനാന്നൊന്ന് ഇപ്പൊ അറിയാം. അവൻ നിന്നെ നോക്കി, നീ നിന്റെ ജോലി നോക്കി പോടാ നോർത്ത പറഞ്ഞോണം, ഇവൻ ചാപ്പള കേസാ. സ്വോത്രം പറ. പക്ഷെ എന്തെല്ലാം പ്രതികൂലം വന്നാലും അതിന്റെ മുമ്പിൽ നിൽക്കുന്ന വീണ്ടും ജനിച്ചവർക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. വീണ്ടും ജനിച്ചവരെല്ലാം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല, സ്നാനം ആവശ്യമാ വീണ്ടെടുക്കപ്പെട്ടവന്. ചിലർ നമ്മളെ കുറിച്ച് പറയാറുണ്ട്, നമ്മളെല്ലാം മുങ്ങിയ ഗ്രൂപ്പാണ്. സ്വോത്രം. ഞാൻ അവരോട് പറയും, ഞങ്ങൾ മുങ്ങിയ ഗ്രൂപ്പല്ല, ഞങ്ങൾ പൊങ്ങിയ ഗ്രൂപ്പാ. അപ്പൊ അവര് ചോദിക്കും, അതെന്താ അങ്ങനെ? നിങ്ങളാ മുങ്ങിയ ഗ്രൂപ്പ്, ഞങ്ങൾ പൊങ്ങിയ ഗ്രൂപ്പാ. കാരണം 8 പേര് രക്ഷപ്പെട്ടു, അത് സ്നാനത്തിന്റെ മുൻകുറി. സ്വോത്രം പറഞ്ഞില്ലല്ലോ. വേദപണ്ഡിതന്റെ അഭിപ്രായ പ്രകാരം 1650 വർഷം കൊണ്ട് 60 വയസ്സ് മുതൽ 600 വയസ്സ് വരെ മക്കളെ ജനിപ്പിക്കുന്ന തലമുറ, ഏകദേശം 10 തലമുറയ്ക്കകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ അന്നാ പെരുകിയത്. 110 കോടി ജനമുണ്ടെന്ന് ഭൂമിയിൽ. സ്വർഗത്തിലെ ദൈവം നമ്പർ ഒരു വെള്ളം അയച്ചു, എല്ലാം കൂടെ മുങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ സ്നാനം നടന്നത് നോഹയുടെ കാലത്താണ്. ഒറ്റ മുക്ക 110 കോടി. ഗ്ലോറി. അപ്പൊ മുങ്ങുന്നതിനല്ല കാര്യം, ഒന്ന് മനസ്സിലായോ? 110 എണ്ണം മുങ്ങി, 8 എണ്ണം പൊങ്ങി. ഞാൻ മുങ്ങിയവരുടെ ഗ്രൂപ്പിലല്ല, മുങ്ങിയെന്ന് രക്ഷപ്പെട്ടവരുടെ ഗ്രൂപ്പിലാ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ നോഹയും കുടുംബം രക്ഷപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ആ സഹോദരനെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ സഹോദരിയെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 120 വർഷം പ്രസംഗിച്ചിട്ട് ഒരു ആത്മാവിനെ നേടാത്ത ആ ഉപദേശിയെ സഹിച്ച സഹോദരിക്ക് വനിതാരത്നം അവാർഡ്. ഞാൻ ബുക്ക് ഓഫ് ജാഷർ, അതായത് ശൂരന്മാരുടെ പുസ്തകം എന്നൊരു പുസ്തകം എബ്രായ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്കാൻ യോഗ്യമായ ഹിസ്റ്ററിയാണ് അതിനകത്ത്. ജോഷുവയുടെ പുസ്തകം, ശമൂവേലിന്റെ പുസ്തകത്തിലും ബൈബിളിൽ ആ പുസ്തകത്തെ 2 പ്രാവശ്യം ആവർത്തിക്കുന്നു. ശൂരന്മാരുടെ പുസ്തകം ഹിസ്റ്റോറിക്കൽ ബുക്ക്. ഒരിക്കൽ അത് വായിപ്പാൻ കർത്താവ് എനിക്കൊരു അവസരം നൽകാനകത്തൊരു രഹസ്യമുണ്ട്. നോഹയുടെ ഭാര്യയ്ക്ക് നോഹയൊക്കെ 100 വയസ്സിന് പ്രായം കൂടുതലാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഈ അച്ചാനെ ഇവർ സഹിച്ചത്.
450 വയസ്സുള്ള അമ്മമ്മ 550 വയസ്സുള്ള അച്ഛനെ 450 വയസ്സുള്ള അച്ഛനെ 550 വയസ്സുള്ള അമ്മമ്മ കല്യാണം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. 100 വയസ്സിന്. എനിക്ക് തോന്നുന്നു ഡാർലി എന്നാണോ വിളിച്ചെന്നൊന്നും അറിയത്തില്ല, അമ്മച്ചിന്നായിരിക്കും വിളിച്ചത്. സ്തോത്രം. അതാണ് 120 വർഷം ഈ മനുഷ്യനെ സഹിക്കാൻ അകൃപതയും ആ സഹോദരന് കൊടുത്തു. ഞാൻ വീണ്ടും വന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായത്, ബുക്ക് ഓഫ് ജാഷർ ഹിസ്റ്റോറിക്കൽ ബുക്കിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, ഈ മകൾ, ഈ സഹോദരിയുടെ പേര് നയമ എന്ന. നയമ. സ്വത്രം. ഞാൻ പറഞ്ഞാൽ ബൈബിളിലല്ല, ഇത് ഹിസ്റ്റോറിക്കൽ ബുക്കിലാണ്. ബുക്ക് ഓഫ് ജാഷർ, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഇന്റർനെറ്റ്, യു ക്യാൻ ഗോ ത്രൂ ദ ബുക്ക്. ഓക്കെ. ബുക്ക് ഓഫ് ജാഷർ പറയുന്നു, ആ സഹോദരിയുടെ പേര് നയമ എന്ന. ഈ സഹോദരി ദൈവത്തിന്റെ കൂടെ 300 വർഷം നടന്ന ഹാനോക്കിന്റെ ഇളയ പുത്രിയ. ഈ മനുഷ്യനെ ഇത്രയും ദൈവകൃപയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വേറൊരൊറ്റ സ്ത്രീക്ക് പറ്റത്തില്ല. തമ്പുരാന്റെ കൂടെ നടന്ന ഒരപ്പന്റെ മകക്കേ പറ്റത്തുള്ളൂ. ഒരു രഹസ്യം കൂടെ അതിനകത്തുണ്ട്. നീ ദൈവത്തിന്റെ കൂടെ നടന്നാൽ നിന്നെ തമ്പുരാൻ എടുക്കും. നിന്റെ തലമുറ എവിടെ പോകുന്നു നീ അറിയണ്ട. നിന്റെ ഏറ്റവും ഇളയ മകളെ വരെ പെട്ടകത്തിനകത്താക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ നിന്നെ മാത്രമല്ല, നിന്റെ തലമുറയെയും നശിക്കുന്ന ലോകത്ത് നിന്ന് ഇന്ന് രാത്രി വിടുവിപ്പാൻ കരുത്തുള്ള ദൈവമാ നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറ. അങ്ങനെ നോഹ കുടുംബമായിട്ട് രക്ഷപ്പെട്ടു, വെള്ളത്തിൽ നിന്ന് വെളിയിൽ വന്നു. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ കൂടെ ഒന്നുകൂടെ അങ്ങ് പറഞ്ഞേര്. അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം എന്നാ പുറത്തു വന്നു. എന്നിട്ട് ഒരു ദിവസം അച്ഛൻ വെള്ളം സ്തോത്രം മുന്തിരിത്തോട്ടം ഉണ്ടാക്കി മുന്തിരിച്ചാർ പിഴിഞ്ഞു കുടിച്ചു. ഒരൊറ്റ ബോട്ടിലകത്താക്കിയപ്പോൾ തന്നെ അപ്പച്ചൻ്റെ സ്വഭാവം മാറി. എനിക്കൊരു അതിശയം, 1 വർഷം വെള്ളത്തിൽ കിടന്ന അച്ഛന് കുഴപ്പമില്ല, ഒരു ബോട്ടിൽ വെള്ളം അകത്ത് പോയപ്പോൾ പ്രശ്നമായി. വെള്ളത്തിൽ കിടക്കുന്നതിനകത്തല്ല കുഴപ്പം, ഇത് അകത്ത് പോകുന്നതിനകത്ത കുഴപ്പം. ഷാർജയിലും അബുദാബിയിലും ജീവിക്കുന്നതിനകത്തല്ല കുഴപ്പം, ഈ ഷാർജ അബുദാബി നിന്റെ അകത്ത് വരുമ്പോഴാണ് കുഴപ്പം. ലോകത്തിൽ ജീവിക്കുന്നതല്ല കുഴപ്പം, ലോകം നിന്റെ അകത്ത് വരുമ്പോഴാണ് കുഴപ്പം. ലോകം നിന്റെ അകത്ത് വന്നാൽ നീ നഗ്നനാണോ അല്ലാത്തവനാണോ നിനക്ക് ബോധമില്ല. ഒരു സ്തോത്രം പറഞ്ഞു. അതുകൊണ്ട് ഈ ബോധമില്ലാത്തതുകൊണ്ട് ആരോട് എന്ത് സംസാരിക്കണമെന്ന് നമ്മുടെ മിക്ക പുള്ളിക്കും അറിയത്തില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലേ? ഇഷ്ടംപോലെ പണമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ പറയും മാമോന്റെ ബ്രദറാ. കൃപയില്ലാത്തതുകൊണ്ട് അങ്ങ് പോവാ, 5 കാർ എന്തിനാ? ശരി, സമ്മതിച്ചു. ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ടവൻ ഒരു കീറിയ ബൈബിളോട്ട് വന്നാൽ പറയും മുമ്പ് അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. ആ വാക്യം പോലും ഇവൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ, മോളി നിൽക്കുന്നവനെ നിനക്ക് അംഗീകരിക്കാൻ വയ്യ, താഴെ നിൽക്കുന്നവനെ നിനക്ക് അംഗീകരിക്കാം. പിന്നെ നിനക്ക് ആരെ അംഗീകരിക്കാൻ പറ്റും? ഈ പറച്ചിലിനകത്ത് ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ നല്ലവനെന്നാ. നിനക്ക് ബോധമില്ലാത്തപ്പോൾ ഓർത്തോണം നിന്റെ അകത്ത് വേറെ എന്തോ കയറിയെന്നാ. കരമുയർത്തി ഒരു ഉറക്ക സ്വോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി പിണങ്ങല്ലേ ദൈവമക്കളെ, കാര്യം പറയുക. ലോകം അകത്ത് കയറരുത്, നാം ലോകത്തിൽ ജീവിക്കണം. ഭൗതികം അകത്ത് കയറരുത്, നാം ഇതിനകത്ത് ജീവിക്കണം. രാജാവിനെ പോലെ കരങ്ങൾ അടിച്ചെന്റെ യേശുവിനെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകുക. മുമ്പോട്ട് പോകുകയാ. ബോധം കേട്ട അച്ഛൻ എന്താ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം കൂടെ വീട്ടിലെങ്ങാണ്ട് കഞ്ഞിയും കണ്ട് കുടിക്കാൻ കയറി വന്നപ്പോൾ അപ്പച്ചൻ്റെ കിടപ്പ് കണ്ടിട്ട് പുറത്ത് നിന്ന് ഒരു കൊച്ചൻ പറഞ്ഞു, ഹാം പറഞ്ഞു, പപ്പ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്, പോയി ഒന്ന് സഹായിക്കണം. സ്വത്രം പ്രൈസ്തലോ. പപ്പായെ സഹായിക്കാൻ വേണ്ടി 2 മൂത്ത ചേട്ടന്മാർ 2 കൂടെ ഉടുപ്പ്, ഒരു പുതിയത് വസ്ത്രം എടുത്ത് പുറകിൽ ഇട്ടുകൊണ്ട് വന്ന് നഗ്നത മറച്ചു. അപ്പൊ ഞാൻ രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണാം ഇട്ട ഉടുപ്പല്ല, ഒരു പുത്തൻ ഉടുപ്പ് കിടക്കുക. ആരാടാ എന്നെ ഉടുപ്പിച്ചേ? അതാ കുഴപ്പം. ഇപ്പൊ ഈ നഗ്നമായിട്ട് കിടക്കുന്നതിനകത്ത് കുഴപ്പമില്ല, ഉടുപ്പിക്കുന്നതിനകത്ത് കുഴപ്പം. ഒരു കുഴപ്പമില്ല, ഇങ്ങനെ കിടന്നിരുന്നേ കുഴപ്പമില്ലായിരുന്നു. ഈ പാവപ്പെട്ട ഒരു ശാപം വരത്തില്ലായിരുന്നു. സ്വത്രം. ആരാടാ ചെയ്തേ? ചേട്ടൻ പറഞ്ഞു, ഷേം പറഞ്ഞു ഞാനല്ല. യാഫേദ് പറഞ്ഞു ഞാനുമല്ല. പിന്നെ ആരാ? ഇതല്ല ഹാമോ നീയാണോ? ശപിക്കാൻ അങ്ങോട്ട് വാ തുറന്നപ്പോ ശാപം വരുന്നില്ല. സ്വത്രം. ഇന്ന് നിന്നെ ഞാൻ ശപിക്കൂടാന്ന് പറഞ്ഞു ഓടി വന്നപ്പോ ശാപം വരുന്നില്ല. എന്താ പറ്റാ ശപിക്കാത്ത? ശപിക്കാൻ പറ്റത്തില്ല അവനെ. കാരണം ഉൽപ്പത്തി 9:1 പറയുന്നു, നോഹയെയും അവന്റെ 3 പുത്രന്മാരെയും ദൈവം അനുഗ്രഹിച്ചു. വേണേ നീ കുറിച്ചിട. ദൈവത്തിന്റെ അനുഗ്രഹം തലയിലുള്ള ഒരൊറ്റ ഒരാളെ പ്രപഞ്ചത്തിൽ ഒരുത്തനും ശപിക്കാൻ പറ്റത്തില്ല. Somebody shout hallelujah. ദൈവദാസന്മാരെ നിങ്ങളെ കൊണ്ടും പറ്റത്തില്ല അവരെ ശപിക്കാൻ. ഏക്കത്തില്ല. ചേമ്പലെ വെള്ളം മണ പോലിരിക്കും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ചില പറഞ്ഞിട്ടുണ്ട്, എന്റെ വാക്ക് നീ കേട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ശപിക്കും. സാറിന്റെ ശാപം ഏക്കത്തില്ല. കാരണം അനുഗ്രഹം നേരത്തെ വന്നു. സാറിന്റെ അനുഗ്രഹം, സാറിന്റെ ശാപത്തെ തകർക്കാൻ കരുത്തുള്ള ഒരു അനുഗ്രഹം അകത്ത് വ്യാപരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്ക്, പിശാചേ നിന്റെ ശാപം ഇവിടെ ഏക്കത്തില്ല. കാരണം ദൈവാനുഗ്രഹം ഇതിനകത്ത് വ്യാപരിക്കുക. മന്ത്രവാദിയുടെ ശാപം ഇവിടെ ഏക്കത്തില്ല, ദൈവാനുഗ്രഹം ഇവിടെ വ്യാപരിക്കുക. വിശ്വസിക്കുന്ന ദൈവമൈതൽ
അപ്പൊ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് പാസ്റ്ററെ, ആർക്ക് ശാപം വരും? സ്തോത്രം. ആദാമിന് ഹവ്വയ്ക്കും ശാപം വന്നില്ല, പിണങ്ങരുത്. ആദാമിനെ ഹവ്വയും ദൈവം ശപിച്ചിട്ടില്ല. പുസ്തകം നല്ലപോലെ വായിക്കണം. ദൈവം ശപിച്ചത് പാമ്പിനെ ശപിച്ചു, ദൈവം ഭൂമിയെ ശപിച്ചു. പിള്ളേരെ ഇവർ രണ്ടിനെ ശപിച്ചില്ല. ഇവർക്ക് ശിക്ഷ കൊടുത്തു, അവർക്ക് ശാപം കൊടുത്തു. 4-ാം അധ്യായത്തിൽ കായേനെ ദൈവം ശപിച്ചു. എന്തിനാ അച്ഛാ ഇവനെ ശപിച്ചതുകൊണ്ട് ഇവരെ ശപിക്കാത്തെ? ആദാമും ഹവ്വയും ചെയ്ത പാപം അവർക്ക് മാത്രമേ ദോഷം വരുത്തിയുള്ളൂ. പക്ഷെ കായൻ ചെയ്ത പാപം അടുത്തവന് വേദന വരുത്തി. നീ നിന്നെ ദ്രോഹിച്ചാൽ ശാപമില്ല, പക്ഷെ നിന്റെ അടുത്തിരിക്കുന്നവരെ വേദനിപ്പിച്ചാൽ അത് ശാപമാ. മനസ്സിലാവരാമൻ പറഞ്ഞാട്ടെ. വലിയ പ്രോബ്ലം ഒക്കെ തീർന്നല്ലോ. ഇപ്പൊ നമ്മുടെ ആളുകളങ്ങ് പോവുക ആദാമിന്റെ ശാപം വരെ. പിന്നെ കുഴിമാടം മാന്താൻ നിനക്ക് പറയാൻ ഒരു പണിയില്ലയോ? കുഴിമാടം മാന്തി വല്യപ്പന്റെ ശാപം നോക്കാൻ പോവുക. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി എന്ന വെളിപ്പാട് വാ. ഇന്ന് രാത്രി ക്രിസ്തുവിൽ നീ വന്നാൽ നിന്റെ തലേ ശാപമില്ലെന്നേ. കരമുയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. ഇത് കൊണ്ടുവന്നത് മെർലിൻ ഹിക്കി എന്ന് പറഞ്ഞൊരു അമ്മാമയാണ്. ബഹ്റിനിൽ വെച്ച് ഈ അമ്മാമയോട് 1 മണിക്കൂർ സംസാരിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരുടെ വായിന്ന് കേൾക്കുന്ന സ്തോത്രം. ഞാൻ അവരോട് ചോദിച്ചു, ജനറേഷണൽ കേഴ്സ് ഉണ്ടോ ആന്റി? അവർ പറഞ്ഞു ഉണ്ട്. വീണ്ടും ജനിച്ചവനുണ്ടോ? ഇല്ല. പിന്നെന്തിനാ പ്രസംഗിക്കുന്നത്? എനിക്കറിയാം ഇത് പ്രസംഗിച്ച ഒരു കൂട്ടം ആളുകൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിന്ന്. എനിക്ക് സത്യം പറയാനാ എന്നെ ദൈവം വിളിച്ചേ. അല്ല, ഞാൻ ഇനി അതിനകത്ത് അങ്ങ് പോകുന്നെങ്കിൽ നീ പോയി അങ്ങ് തൊല. നീ ചതിക്കപ്പെടാൻ യോഗ്യൻ. You are deserved to be deceived because I am not from Adam, I am from Christ. ഞാൻ ആദാമിന്റെ വേരിൽ നിന്നുള്ളവനല്ല, ഞാൻ ക്രിസ്തുവിൽ നിന്നുള്ളവനാ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. കരമടിച്ചെന്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ തയ്യാറാകുക. നിന്റെ തലയിൽ ഒരു ശാപം കൊണ്ടുവരാൻ പിശാചിന് കഴിയത്തില്ല, അന്ധകാരത്തിന് കഴിയത്തില്ല, മന്ത്രവാദിക്ക് കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ വന്നിരിക്കയാ. ഈ ഒരൊറ്റ പ്രസംഗം കാരണം ഈ രാജ്യത്തും പല രാജ്യത്തും എനിക്ക് ഒരുപാട് പേര് എതിരാളികളായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ജീവനുള്ള കാലത്തോളം സത്യം പറയാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ക്രിസ്തുവില. എത്ര ദൈവമക്കൾ ആമേൻ പറയും? ഞാൻ ആദാമിലല്ല. വായി തുറന്ന് പറ, ഞാൻ ആദാമിലല്ല, ഞാൻ ക്രിസ്തുവിലാണ്. ഞാൻ മുന്തിരി വള്ളിയുടെ കൊമ്പാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വെളിപ്പാട് വാങ്ങിക്കുന്ന രാത്രി യേശു മുന്തിരിവള്ളി, നീ കൊമ്പ്. നിനക്ക് ശാപമുണ്ട്, വള്ളിക്കും ശാപമുണ്ട്. യേശു മുന്തിരിവള്ളി, നീ കൊമ്പ്. കൊമ്പായ നിന്റെ മേൽ മന്ത്രമേറ്റാൽ വള്ളിക്കും മന്ത്രമേറ്റു. നീ ആര് വന്ന് പൊട്ടിക്കും? പിതാവാൻ ദൈവം പറഞ്ഞോ. അവൻ മുന്തിരിവള്ളിയും ഞാൻ കൊമ്പുമാ. ഇന്ന് രാത്രി വെളിപ്പാട് നിന്നെ ജയത്തിലേക്ക് നയിക്കും. അല്ല പാസ്റ്ററെ, അങ്ങനൊക്കെ ഉള്ള പോലെ തോന്നുന്നു. ഈ രാത്രി ഈ അധികാരം പ്രാപിച്ചിട്ട് പറ, ഇന്നലെ വരെ ഞാൻ വിചാരിച്ചത് ആ പ്രശ്നമാ കാരണമെന്ന്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ യേശുവിന്റെ കൂടെയാന്ന്. ഇപ്പൊ ഞാൻ നിന്നോട് പറയുന്നു, എന്നെ വിട്ട്, എന്റെ കുടുംബത്തെ വിട്ട്, എന്റെ ബിസിനസിനെ വിട്ട്, എന്റെ സഭയെ വിട്ട് പുറത്തു പോ എന്ന് വായി തുറന്ന് ഈ രാത്രി കൽപ്പിക്കാൻ തയ്യാറാകുക. ഹാമിനെ ശപിക്കാൻ പറ്റില്ല, കാരണം ഹാമന് സ്വർഗത്തിലെ ദൈവത്തിന് അനുഗ്രഹമുണ്ട്. അപ്പൊ വിചാരിച്ചു ഇവനെ ശപിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം. അവനൊരു മോനിപ്പുണ്ട്, കനാൻ. നീ ശപിക്കപ്പെട്ടവൻ. സ്തോത്രം പറഞ്ഞില്ലല്ലോ. കനാൻ ശപിക്കപ്പെട്ടവൻ. ഹാമിനെ ശപിക്കാത്ത ദേഷ്യം ഇളയ മോനോട് തീർത്തു. ആമെന്ന് കനാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനല്ല ചെയ്തത്, എന്റെ പപ്പായ ചെയ്തത്. പപ്പയാണെങ്കിലും കുഴപ്പമില്ല, പപ്പയക്കത്തില്ല, അതുകൊണ്ട് മോനിരിക്കട്ടെ. സ്തോത്രം. മനസ്സിലായില്ലയോ? എന്റെ നമ്പർ, എന്റെ തല അനുഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം മുഴുവൻ ചെയ്യുന്നു പറഞ്ഞാൽ വീട്ടിൽ പിള്ളേരുണ്ടെന്ന് മറക്കരുത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറയരുത്. കാരണം ഇവിടെ ശാപം കനാനിലേക്ക് വന്നു. ഒരു ദൂത് കർത്താവ് അവിടെ വെച്ച് ഈ ദൈവദാസനോട് പറഞ്ഞു, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനാകും. കേൾക്കണം. ശേമിന്റെ ദൈവം സ്തുതിക്കപ്പെട്ടവൻ. ദൈവം യാഫേദിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ അവന്റെ കൂടാരങ്ങളിൽ വസിക്കും. ശേമിന്റെ കൂടാരത്തിൽ ദൈവം വസിക്കും. വസിക്കും എന്നതിന് കൊടുത്തിരിക്കുന്നത് ഷെഖൻ. ഷെഖൻ എന്ന വാക്കിന് ഷെഖേന. ഒന്നുകൂടെ പറഞ്ഞ, ഷേമിന്റെ കൂടാരത്തിൽ അവന്റെ ഷെഖേന വരും. അടുത്ത ദൂത് കനാനോടുള്ള ദൂത. കനാൻ അവരുടെ ദാസനാകും. കൂടാരത്തിന്റെ അകത്ത് ദൈവം ഷെഖേനയായി വരും. കനാൻ അവന്റെ ദാസനാകും.
ഈ ശാപവും കയറി നടക്കുന്ന ഇവൻ ഒരു ദിവസം ഷേമിന്റെ കൂടാരത്തിൽ വരുന്നവന്റെ ദാസനാകും. അയ്യോ, എനിക്കൊരു വലിയ ദൂത് പറയാൻ എന്റെ അകം കത്തുക. കൂടെ വരുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. എന്റെ ശാപം ഇന്നിവന്റെ തലയിലുണ്ട്. ഇവൻ അധമദാസനാ. പക്ഷെ ഒരു ദിവസം ഷേമിന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ ഷെക്കേന വരും. ആമേൻ പറ. അവരുടെ ദാസനായി കനാൻ മാറും. ഞാനൊരു ദൂത് പറയട്ടെ, കനാനെ, നിന്റെ ഒടുവിലത്തെ അടിമത്തമായിരിക്കും അവിടുത്തെ അടിമത്തം. നിന്റെ അടിമത്തം മാറാൻ പോകുകയാ. ഇനി ഇച്ചിരി സ്പീഡ് കൂട്ടിപ്പാൻ പോവാ. കനാനെ കുറിച്ച് സ്വർഗം പറഞ്ഞു, ഷേമിന്റെ കൂടാരത്തിൽ ദൈവം വസിക്കുമെന്ന. അവന്റെ കൂടാരത്തിൽ അവൻ വസിക്കും. That means God will dwell in the tabernacle of Shem. ഷേമാണ് മൽക്കിസദേക്ക് എന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. ഇന്ന് രാത്രി ഇല്ല, അടുത്തൊരു ദിവസം വിശദീകരിക്കാം. മൽക്കിസദേക്കായി വെളിപ്പെട്ടത് നോഹയുടെ മൂത്ത പുത്രനാ. ഹലോ, ഇപ്പൊ തന്നെ ചിലരുടെ ഉള്ളി വന്നിട്ടുണ്ട്. ആഹാ, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല അവൻ അമ്മയില്ല അപ്പനില്ലെന്ന്. അപ്പനും ഇല്ല അമ്മയും ഇല്ല. മൽക്കിസദേക്കിന് ഷേമിനുണ്ടല്ലോ. സ്വത്രം തെളിയിക്കാം. കർത്താവിന് അടുത്ത സെഷൻ നമുക്ക് പോകാം. ഇപ്പൊ എനിക്ക് ടൈമില്ല. ഓക്കെ, ഇവിടെ കനാനോട് ദൈവം പറഞ്ഞു, അവിടെ വസിക്കാൻ ഒരുത്തം വരും, നീ അവന്റെ ദാസനാവും. ഹലോ, താണ്ടടാ, ഷെക്കേന മനുഷ്യവേഷത്തിൽ വന്നു. മറിയയുടെ ഉദരത്തിൽ ജനിച്ചു. 33 ആണ്ടായപ്പോ അവൻ ക്രൂശുമെടുത്ത് പോകുകയാ. താണ്ട വരുന്നു കുറേനക്കാരൻ ഷീമോൻ. സ്തോത്രം പറഞ്ഞാട്ടെ. കുറേനക്കാരനോട് ചോദിക്കാം, നീ എവിടുന്ന് വരിക? അവൻ പറയും, ഐ ആം അണ്ടർ ജനറേഷണൽ കഴ്സ്. എവിടുന്ന? കുറേന. നമ്മുടെ ആളുകൾ സാധാരണ പറയുന്നത് അവൻ വയലിൽ നിന്ന് വരുന്ന. നമ്മുടെ മലയാള ബൈബിൾ എഴുതിക്കുന്നത് അവൻ വയലിൽ നിന്ന. പക്ഷെ അതിന് ഒറിജിനൽ ട്രാൻസ്ലേഷൻ പറഞ്ഞു, അവൻ തന്റെ രാജ്യത്ത് നിന്ന് വരിക. എന്തിനാ അവൻ രാജ്യത്ത് നിന്ന് വന്നേ? അന്ന് പെസക ആചരിക്കാൻ വന്നേ. ആരോടുകൂടെ? 2 മക്കൾ, ഭാര്യ, ബന്ധുക്കളെല്ലാം കൂടെ വന്നേ. സ്വത്രം പറഞ്ഞില്ല. എന്തിനാ വയലിൽ പോയത്? വിറക് പറക്കാനും കണ്ടുപോയതാ. കാരണം പർവ്വത ശിഖരത്തിൽ ആട്ടുംകുട്ടി കൊല്ലപ്പെട്ടാൽ അതിന് ചുട്ടു തിന്നേണ്ട വിറക് കരുതിക്കൊണ്ടേ പോകും. ഇയാൾ വയലിൽ നിന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പുറത്ത് സ്തോത്രം കലപ്പയാക്കി, കലപ്പ മാറ്റി കുരിശെടുക്കണമെന്ന് പറഞ്ഞു. സ്തോത്രമൊക്കെ പോയി. അങ്ങനെ കുറെ പാവപ്പെട്ട ആളുകൾ ഇവിടെ കലപ്പ മാറ്റി കുരിശെടുത്ത് ഇപ്പൊ മഹാകുരിശായിട്ട് ജീവിക്കുക. ദയവ് ചെയ്ത് അബദ്ധത്തിൽ പോയി ചാടരുത്. സ്വർഗത്തിലെ ദൈവം നിന്നെ നേരിട്ട് വിളിച്ചില്ലെങ്കിൽ നീ പണി അവസാനിപ്പിക്കരുത്. മനസ്സിലായ? ഒരു സ്തോത്രം പറ. ആവേശം കയറുമ്പോൾ എടുത്ത് കളയേണ്ട നല്ല ജോലി, ആവേശം കളയുമ്പോൾ എടുത്ത് വരേണ്ടതും അല്ല സുവിശേഷ വേല. സ്വർഗത്തിന്റെ വിളിക്കനുസരിച്ച് വരേണ്ടതാ. ആരെങ്കിലും ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. കലപ്പ മാറ്റി കുരിശെടുത്തതല്ല, അവൻ പെസക കുഞ്ഞാടിനെ അറുക്കാൻ വന്നതാ. ഒരു പഴയ ചരിത്രം ചില നാളുകൾക്ക് മുമ്പ് അതേ സ്തോത്രം മാഗസിൻ ഓഫ് മെസ്സിയാനിക് മാഗസിൻ എന്ന ഒരു മാഗസിനകത്ത് വായിപ്പാൻ ദൈവം കൃപ നൽകി. അതിനകത്ത് ഒരു റബി തന്റെ ഒരു ചരിത്രം, ഒരു പഴയ ചരിത്രം താൻ കുറിച്ച് വെച്ചിട്ടുണ്ട് അവരുടെ മിഡ്രാഷിൽ. സ്തോത്രം, അത് ഞാൻ പറയാൻ പോവാ. ഇന്നത്തെ ചിലക്ക് വിടുതല. ഈ ഷീമോൻ, കുറേനക്കാരൻ ഷീമോൻ നമ്മുടെ കനാന്റെ സന്തതിയാ. അവനോട് പറഞ്ഞടാ, ഷെക്കേന ഒരു ദിവസം വരും, അന്ന് നീ അവന്റെ ദാസനാവും. താണ്ട നിൽക്കുന്നു അങ്ങ് അതിപരിശുദ്ധ സ്ഥലത്ത് വസിച്ച, കെരൂബിന്റെ ഇടയിൽ വസിച്ച സർവശക്തൻ ഒരു മനുഷ്യന്റെ വേഷത്തിൽ ഇതാ നടക്കുക. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം തുറക്കെ പറ. ചിറക് വിരിച്ച കെരൂബിന്റെ നടുവിൽ ഇറങ്ങി വന്ന ഷെക്കേന ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഗോൽഗോഥ മലയിലേക്ക് പോകുകയാ. വേദപുസ്തകം പറയുന്നു, കുറേനക്കാരൻ ഷീമോനെ കുരിശെടുക്കാൻ നിർബന്ധിച്ചു. അദ്ദേഹം വന്നത് പ്രസംഗിക്ക, ആട്ടുംകുട്ടിയുമായിട്ട് വന്ന ചരിത്രകാരൻ ഇങ്ങനെ എഴുതി വെച്ചത്. അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെയാ. അദ്ദേഹം പറഞ്ഞിങ്ങനെയാ, തന്റെ മകനും മക്കളും ഭാര്യയുമായി ആട്ടിൻകുട്ടിയുമായി അതേ ജെറുസലേം എന്ന പർവ്വതത്തിന് മുകളിലേക്ക് യാത്രയാകുമ്പോ വഴിയരികിൽ വെച്ച് കുരിശെടുക്കാൻ നിർബന്ധിതനായി. അദ്ദേഹം ഇങ്ങനെ ചിന്ത കാണും. രൂഫോസിനെയും അലക്സാണ്ടറെയും നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഈ വഴിയരികിൽ കാത്തു നിൽക്ക, പപ്പ അവിടെ വരെ പോയിട്ട് വരട്ടെ. കാരണം നമ്മൾ അടിമകളാ, എവിടെയും നമ്മൾ അടിമകളാ. സ്തോത്രം ഉറക്കെ പറ. ജനിച്ച നാള് മുതൽ ഇന്നു വരെ അടിമ മാത്രം നമ്മുടെ ജീവിതം. തൽക്കാലം ഇവിടെ നിന്ന് നിൽക്ക്. ആട്ടിൻകുട്ടിയും വിറകുമായി കുടുംബം വഴിയരികിൽ കാത്തു നിൽക്കുമ്പോ കാൽവറിനാഥന്റെ കുരിശിന്റെ ചുവടും താങ്ങി ദാണ്ടൊരു ദൈവഭക്തൻ നടന്നു നീങ്ങുകയാ. ഒരു ദൂത് പറയാൻ എന്റെ അകം കത്തുക. നിങ്ങൾക്കറിയാമോ, പത്രോസിന്റെ മക്കളുടെ പേര് ബൈബിളിലില്ല. യോഹന്നാന്റെ തലമുറയായിരുന്നു ബൈബിളിലില്ല. അന്ത്രയോസിന്റെ പിള്ളാരായിരുന്നു ബൈബിളിലില്ല. പക്ഷെ കുരിശെടുത്തവന്റെ തലമുറയുടെ പേര് എന്റെ പുസ്തകത്തിലുണ്ട്. കരമടിച്ചെന്റെ യേശുവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഭക്തന്മാരുടെ പലരുടെയും പേരില്ല, കുരിശു ചുമന്നവന്റെ പേര്. അടിമത്തത്തിലേക്ക് പോവുക മോനെ.
നീ ശേമിന്റെ കൂടാരത്തിൽ വസിക്കുന്നവൻ ഇവനാ, ഇവന്റെ അടിമയാകുമെന്നാ നിന്റെ അപ്പൻ പണ്ട് പറഞ്ഞ ദൂത്. എത്ര പേർക്ക് എന്റെ കൂടെ വരാൻ പറ്റുന്നുണ്ട്? തിരുവചനത്തിന്റെ മർമ്മങ്ങൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? താണ്ട പോവുക, മക്കളെയും ഭാര്യയും വഴിവക്കിൽ നിർത്തിയിട്ട് കരയുന്ന കണ്ണീരോടെ, എന്നും അടിമയാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് കുരിശിന്റെ ചുവടും താങ്ങിപ്പോകുമ്പോ, ഹല്ലേലൂയ, കുരിശ് തോളിൽ ചുമന്ന ക്രിസ്തു ഒന്ന് പുറകിലോട്ട് നോക്കിയപ്പോ കുരിശിനൊരു ഭാരക്കുറവ്, നോക്കിയപ്പോ കറുത്തൊരു മനുഷ്യൻ, അകന്നറച്ചു മുറിവ്. ഹൃദയത്തെ മുഴുവൻ ആരായുന്ന ദൈവം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഒരു 3000 വർഷത്തെ ശാപം ഇവന് കിടപ്പുണ്ട്. 30 ദിവസത്തെ ശാപമല്ല, 3000 ആണ്ടിന് മുമ്പുള്ള ഒരു ശാപം. കുരിശിന്റെ ചുവട്ടിൽ തൊട്ട മിനിറ്റിൽ നിന്റെ ശാപം പൊട്ടുക തന്നെ ചെയ്യും. കരങ്ങൾ അടിച്ചെന്റെ യേശുവിന് സ്തോത്രം ചെയ്യാൻ ജനം തയ്യാറാകണം ഇന്ന് രാത്രി. വേഗം നിർത്തിയേ മതിയാകത്തുള്ളൂ. കുരിശും താങ്ങിപ്പിടിച്ച് ഗോൽഗോഥ മലയുടെ മുകളിലേക്ക് നടന്നു നീങ്ങുമ്പോ ഒരു ദിവസം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആവേശം കയറി. പുസ്തകം ഒരിക്കലും ഞാൻ സാധാരണ ഇരുന്ന് വായിക്കാറില്ല. ഇരുന്ന് വായിക്കുന്ന എന്നെ ഓടിച്ച പുസ്തകമാണ് വേദപുസ്തകം. എനിക്ക് ബൈബിൾ ബോറം ബുക്കല്ല, എന്റെ ബൈബിൾ എനിക്ക് എക്സൈറ്റിംഗ്. സ്വത്രം പറ ഹല്ലേലൂയാ. ഒരു ദിവസം ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോ ഈ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന കറുമ്പനെ നോക്കിയിട്ട് പറഞ്ഞിട്ടോ, നിന്റെ അവസാനത്തെ അടിമത്തമായത്. അവനോട് അതെങ്ങനെ അറിയാം? നീ എടുത്ത കുരിശ് ആരുടെയെന്നറിയാമോ? നിന്റെ ജ്യേഷ്ഠനായ ശേമിന്റെ കൂടാരത്തിൽ വസിക്കുമെന്ന് നിന്റെ വല്യപ്പൻ ആരെ കുറിച്ചാ പ്രവചിച്ചത്? അവനാണ് ഈ കുരിശു ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഒറ്റ രഹസ്യം കൂടെ പറയുക. കുരിശുമായി നേരെ ഗോൽഗോഥ മലയുടെ മുകളിലേക്ക് പോയി. ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരിക. സ്വത്രം. ഈ വരവിന് ഞാൻ ഒരു പേരിട്ടു, ഫ്രം സ്ലേവറി ടു സാങ്ച്വറി. അടിമത്തത്തിൽ നിന്ന് ആലയത്തിലേക്കൊരു യാത്ര. അവൻ അറിഞ്ഞില്ല 3000 ആണ്ടിൽ അത് പൊട്ടിയെന്ന്. കുരിശു ചുമത്ത എത്ര ദൈവവചനകത്തിരിപ്പുണ്ട്. നിന്റെ ബന്ധനം അഴിഞ്ഞെന്ന് നീ അറിഞ്ഞെങ്കിൽ അതരം തുറന്നവനെ ആരാധിക്കാൻ തുടങ്ങ്. അടിമത്തത്തിന് ആലയത്തിലേക്കൊരു യാത്ര. എങ്ങോട്ട് പോവുക? എന്റെ ദൈവം എന്റെ ജ്യേഷ്ഠന്റെ അടിമയാകുമെന്ന് എന്റെ അപ്പൻ എന്നെ നോക്കി പ്രവചിച്ചെങ്കിൽ എന്റെ ജ്യേഷ്ഠന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് വസിക്കുന്ന ശെക്കേനയുടെ കുരിശും ചുമന്നാണ് ഞാൻ പോയത്. മടങ്ങി വന്നവൻ കുഞ്ഞുങ്ങളുമായി നേരെ യെരൂശലേമിലേക്ക് പോയി. 3 മണിക്ക് ആ പെസഹ കുഞ്ഞുണ്ണി അറുത്ത് അന്ന് സന്ധിക്കതിന് മാംസം ചുട്ടുതിന്ന് പ്രഭാതത്തിൽ അടുത്ത ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 3-ാം നാളിൽ ആദ്യബലക്കറ്റയുടെ പെരുന്നാൾ ആചരിപ്പാൻ മഹാപുരോഹിതൻ യെരൂശലേം ദേവാലയത്തിൽ കെദ്രോൻ തോട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് വയലിലെ ആദ്യബലക്കറ്റ പറക്കി അറുത്തെടുത്ത് നേരെ കൊണ്ടുപോയി ശീലോഹം കുളത്തിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിൽ അതിനെ മുക്കി നീരാജനം ചെയ്യുമ്പോൾ അന്ന് പ്രഭാതത്തിൽ ഒരു ദൂത് വെളിപ്പെട്ടു. യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റു. ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. ആദ്യ ബലക്കറ്റയുടെ പെരുന്നാൾ വെള്ളത്തിൽ മുക്കി വിശുദ്ധാന്തർ മന്ദിരത്തിന് നേരെ നീരാജനം ചെയ്യുന്ന പുരോഹിതൻ നീരാജനം ചെയ്യുമ്പോൾ ആദ്യ ബലമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഹലോ, ഇനിയാണ് എനിക്ക് പറയാനുള്ള ദൂത്. അദ്ദേഹത്തിന്റെ കാതിൽ ഈ ദൂതെത്തി, ശിമോന്റെ കാതിലെത്തി. ഞാൻ ആ റബിയെ പറഞ്ഞതാ ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞിങ്ങനെ, കാതിൽ ദൂതെത്തി. ഏത് ദൂത്? ദാണ്ടടാ, നീ കുരിശു വന്ന് ഉയർത്തെഴുന്നേറ്റെന്ന്. അവൻ ചോദിച്ചു, അതാരാ? ആരോ പറഞ്ഞു, അത് യേശുവാ. യേശുവോ? ഏത് യേശു? മശിക. അയ്യോ, മശികയുടെ കുരിശാണോ ഞാൻ ചുമന്ന്? ആദ്യബലക്കറ്റയുടെ പെരുന്നാളും ഉപേക്ഷിച്ച് ഒരൊറ്റ ഓട്ടമാണ് ദൈവത്തിന്റെ പുത്രന്റെ ശിഷ്യന്മാരെ കാണാൻ. ശിഷ്യന്മാരെ പോയി കണ്ട് സത്യം ഗ്രഹിച്ച ശേഷം ആ ജെറുസലേമിൽ 40 ദിവസം തങ്ങിയെന്ന. 50-ാം നാളിൽ, പെന്തക്കോസ്ത് നാളിൽ സ്വർഗത്തിലെ തമ്പുരാൻ അഭിഷേകത്തെ മാളിക മുറിയിൽ അയക്കുമ്പോ ഓടിക്കൂടിയ ജനത്തിൽ നമ്മുടെ കുടുംബവുമുണ്ട്. സ്വത്രം എന്ന് ഉറക്കപ്പറ. ചരിത്രം ഇങ്ങനെയാ പറയുന്നത്. കുറേനക്കാരൻ ശിമോനും അവന്റെ 2 മക്കളും കുടുംബമായി അന്ന് 3000 പേർ സ്നാനപ്പെട്ടു. ദാണ്ടടാ, ഇവൻ തിരിച്ചു പോവുക കുറേനിലേക്ക്. വന്നപ്പോൾ അടിമയായിട്ടാ പോന്നേ, തിരിച്ചു പോകുമ്പോൾ ഉടമയായിട്ടാ പോന്നേ. ഇങ്ങോട്ട് വന്നപ്പോ ശാപം തലയിലുണ്ടായിരുന്നു, അങ്ങോട്ട് പോകുമ്പോ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിറഞ്ഞവനായി യാത്ര ചെയ്യുകയാ. എത്ര പേർക്ക് ദൈവത്തെ ഉറക്കെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ പറഞ്ഞിങ്ങനെ, 2 മക്കൾ, ഒരുത്തനെ ദൈവം ആ ദേശത്തിന്റെ ഗവർണറാക്കി, മറ്റൊരുത്തനെ ജെറുസലേം സഭയുടെ ബിഷപ്പാക്കി. കറുമ്പം വെളുമ്പന്റെ ബിഷപ്പായി. ഒരു സ്വത്രം ഉറക്കെ പറ. ഹലോ ഹലോ ഹലോ.
കറുത്തവൻ വെളുത്തവന്റെ ബിഷപ്പായെന്ന്. സിറിയക്കാരനായ നിന്റെ ബിഷപ്പാകും ഇവിടുത്തെ കറുമ്പൻ. നീ അവന്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ പറയേണ്ടി വരും. അതാ എന്റെ തമ്പുരാന്റെ പദ്ധതി. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. അടിമയുടെ അടിമയാകുമെന്ന് പറഞ്ഞവൻ താണ്ടടാ സഭയുടെ ബിഷപ്പായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കറിയത്തില്ല ആരോടോ ദൈവം സംസാരിച്ചോണ്ടിരിക്കുക. അയ്യോ, എന്റെ കുടുംബ ശാപത്തില്, എന്റെ ബിസിനസ് ശാപത്തില്. പേടിക്കണ്ട, ഇന്ന് രാത്രി അതിനെ സ്വർഗം പരിഹാരം വരുത്തിയിട്ട് ഇവിടെ നിന്ന് പുറത്തിറക്കത്തുള്ളൂ. വിശ്വസിക്കുന്ന ദൈവജനം ചേർന്ന് എന്റെ യേശുവിനെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകുക. പൊന്ന്, ജീവന്റെ പൊന്ന് ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടോണ്ടിരിക്കുക. ശക്തിയോടെ ഒരു പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചട്ടെ, പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞോട്ടെ, സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവന് സ്നാനപ്പെട്ടു. രാജാവായ യേശുവിന്റെ മകനായി മാറി. അമ്പോവാ, ഇനി ഞാൻ ഷേമിന്റെ കൂടാരത്തിൽ അടിമയല്ല. ഷേമിന്റെ കൂടാരത്തിൽ വസിച്ചവൻ എന്റെ അടിമത്തം മാറ്റി. നീ ഇനി രോഗത്തിന് അടിമയല്ല. ഇവിടെ ഒരു ശക്കനെ വ്യാപരിക്കുന്നുണ്ട്. കൂടാരത്തിനകത്ത് വെളിപ്പെട്ട പൊന്ന്, തകർക്കപ്പെട്ട ക്രിസ്തു എന്ന പൊന്ന് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റും? ശാപക്കെട്ടുകൾ സ്വർഗം അഴിച്ചു മാറ്റുക. നിന്റെ മനസ്സിനെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി യേശു അഴിച്ചു മാറ്റുന്നെന്ന് അകത്താരത്തിൽ മനസ്സിലായ ദൈവവൈതൽ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിയവനെ സ്തുതിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി നിന്റെ പാപത്തിന്റെ ചെങ്ങല എന്റെ യേശു പൊട്ടിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കാട്ടെ. നാം ഒരുമിച്ച് ദൈവത്തെ ഈ രാത്രി മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. Glory to God, glory to God. ഈശോൻ നദിയിൽ ഒരു പൊന്നുണ്ട്, അത് മേത്തരമായ പൊന്ന്. കൽവറിയുടെ മേട്ടിൽ ചങ്കില ചോര നൽകിയ ക്രിസ്തുവിന്റെ വെളിപ്പാട് ഈ രാത്രിയിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്റെ ശാപങ്ങൾ അനുഗ്രഹമാക്കി മാറ്റാൻ പോകുക. എഴുന്നേറ്റ് നിന്നവരായിരുന്നു എല്ലാ ദൈവമക്കൾക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് അവനെ സ്തോത്രം ചെയ്യുക. ശബ്ദമുയർത്തി സ്തുതിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം ദൈവത്തെ ശബ്ദമുയർത്തി സ്തുതിക്കാൻ പോകുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഒരു വിടുതൽ ആവശ്യമുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കരമൊന്ന് നിർത്തിക്കോ. ഒരു മിനിറ്റ് ഒന്ന് മുമ്പോട്ട് വരാൻ പറ്റുമോ? നമ്മൾ ഒരുമിച്ച് ഒന്ന് ആരാധിച്ച് ഒരു വിടുതലിലേക്ക് പോകാൻ പോവുക. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രേരണ നൽകുന്നതിനാൽ സമയം അല്പം പോയെങ്കിലും ഒന്ന് മുമ്പോട്ട് വാ. കൈ ഉയർത്തിയവരെല്ലാവരും ഓടി മുമ്പോട്ട് വന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് അവനെ ഒന്ന് ആരാധിച്ച് ആ ദൈവിക വിടുതലിലേക്ക് പോകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ. കൊല്ലുന്ന മരണത്തിൻ കോരകര വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ കോരകര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയം ഒരു വിടുതൽ ആവശ്യമുള്ള ഓടി മുമ്പോട്ട് വന്നാട്ടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യെസ് യെസ് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാ ഞാനും എന്നേക്കും ജീവിക്കാം. ഒരു വിടുതൽ പ്രാപിച്ചാണ് എല്ലാവരും. യേശു ജീവിക്കുന്നതിനാ ഞാനും എന്നേക്കും ജീവിക്കാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഈ രാത്രി ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. Hallelujah.
ജീവൻ വ്യാപരിക്കട്ടെ. Jesus, in the name of Jesus, we have the victory. Hallelujah, in the name of Jesus, Satan will have to flee. Let me stand in the name of Jesus. Tell me who stand before. In the mighty name of Jesus, we have the victory. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിരണ്ടോടും. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ ആർ നമുക്കെതിരായി നിന്നിടും. യേശുവിൻ നാമത്തിൽ ജയം നമുക്കുണ്ട്. Celebrate, celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. Oh, celebrate, celebrate, celebrate the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. He is done. Hallelujah, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഈ രാത്രിയിൽ ഒരേ ഒരു മിനിറ്റ് കണ്ണുകൾ ദൈവം മുമ്പിൽ അടയ്ക്കാം. ആദാമേ, നീ പോകുന്ന ദിക്കിൽ നിനക്ക് മുമ്പേ നിന്നെ വിടുവിപ്പാൻ കടന്നുപോയ ദൈവപുത്രൻ. സഹോദര, നിന്റെ തോൽവി നിറഞ്ഞ ആ ദിക്കിൽ, നീ പോകുന്ന ആ ദിക്കിൽ നിന്നെ വിടുവിക്കാൻ നിനക്ക് പാരലായിട്ടൊരു നദി ഒഴുകുകയാണ്. ശബരധനി അന്തര, നീ തേടി നടക്കേണ്ട നിനക്ക് അനുരൂപമായി നിന്റെ ദിക്കിലേക്ക് നിന്നെ വിടുവിക്കുന്നവന്റെ ജീവനദി ഒഴുകുകയാ. ശബ്ദമുയർത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ട് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. യേശുവിനോട് പറ, എനിക്ക് നീ ഒരിക്കലും ആ പഴയ വഴി വേണ്ട, ഭയം വേണ്ട. അവരെന്നെ ശപിക്കുമോ, ഇവരെന്നെ ശപിക്കുമോ, ആ സാത്താൻ എന്നെ ശപിക്കുമോ? നോ നോ നോ. ദൈവാനുഗ്രഹം തലയിലുള്ള നിന്നെ ശപിപ്പാൻ ഒരുവനും കഴിയത്തില്ല. ശബ്ദമുയർത്തി അവനെ ആരാധിക്കാൻ തയ്യാറാക. നിന്റെ ബോസിന് പറ്റത്തില്ല, അന്ധകാരത്തിന് പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ അനുഗ്രഹം. ഇന്ന് രാത്രിയിൽ ഒരു വിടുതൽ വേണമെന്ന് പറഞ്ഞ കരങ്ങൾ ഉയർത്തിക്കോ. ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് ഇവിടെ. മാത്രമല്ല, പുറകിലും ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വചനത്തിന് മുമ്പിൽ വിഘടിക്കരുതേ. വചനത്തിന് മുമ്പിൽ നിങ്ങൾ ഒരിക്കലും റിബലിയസ് ആകരുതേ. ഹൃദയത്തിന് സത്യം പറയുകയാ. ഇനി നീ പേടിയിലല്ല ജീവിക്കേണ്ടത്, ധൈര്യത്തിൽ ജീവിക്ക. ഒരു ദിവസം ഇറങ്ങി വന്ന അതേ ഇടത്തേക്ക് യേശു നിന്നെ മടക്കി കൊണ്ടുപോകും. ആരാണോ നിന്നെ നിന്ദിക്കുന്നത്, എവിടെയാണോ നീ അടിമ, അവിടെ നീ ഉയർത്തപ്പെട്, അവിടെ നീ ഉയർത്തപ്പെട്, അവിടെ നീ ഉയർത്തപ്പെട്. ഏത് സ്ഥലത്ത് വെച്ചാണോ നിന്ദിക്കപ്പെട്ടത്, അതേ സ്ഥലത്ത് യേശു നിന്നെ ഉയർത്തുവാൻ പോകുന്നു. യേശു നിന്നെ ഉയർത്തുവാൻ പോകുന്നു. ശിമോനെ, നീ ഇനി അടിമയല്ല,
നീ ഇനി അടിമയല്ല, നീ ബിഷപ്പിന്റെ അപ്പനാ, നീ ദൈവത്തിന്റെ പൈതലാ. ശന്തലരബോ ശന്തലരബോ. ഇന്ന് രാത്രിയിൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നാം ദൈവമേ തൊട്ട കൃപയ്ക്കായി സ്തോത്രമെന്ന് വായി തുറന്ന് പറഞ്ഞോട്ടെ. ശമനതി അന്തരുകൊടുകോദിസി. കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി സ്തോത്രം. തിരുവചനവുമായി തിരുസന്നിധി ഞങ്ങൾ വന്നു. ഞങ്ങളുടെ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അനുരൂപമായി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് പാരലായി, ഞങ്ങൾ പോകുന്ന അതേ ദിക്കിൽ ഞങ്ങൾക്ക് മുമ്പേ ഒഴുകിയ ജീവജല നദിക്കായി സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ ജനം തോൽവി അടയുന്നതിന് മുമ്പ് അവരെ ജയിപ്പിക്കാൻ, അവരെ ജയത്തിലേക്ക് നടത്താൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനായി സ്തോത്രം. കൽവറിയിൽ ഞങ്ങൾക്കായി ചിന്തിയ വിലയേറിയ രക്തത്തിനായി സ്തോത്രം. കുഞ്ഞാടിനെ അറുത്തതിനായി സ്തോത്രം. പാപത്തെ വിട്ട് ജനം ഇന്ന് രാത്രി നിന്റെ മക്കളായതിനായി സ്തോത്രം. അപ്പാ, വിടുവിച്ചതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ രാത്രി എത്ര ദൈവമക്കൾക്ക് ശരീരത്തിൽ ആത്മാവിൽ ഒരു വിടുതൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? വചനത്തിന് മുമ്പിൽ വിഘടിക്കരുത്. കരമുയർത്തി ദൈവത്തിന് ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. എന്റെ അകത്തിൽ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെന്നവർ കരമുയർത്തിക്കോ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്. ഒരിക്കൽ കൂടെ. ഇനി നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ ഊടാമകളാ. നിന്റെ ബന്ധം ഉണ്ടെന്ന് പിയായി പറഞ്ഞ് നിന്നെ പേടിപ്പിച്ചതാ. അവനോട് പറ, ഇല്ലില്ല, ഞാൻ കുരിശെടുത്തവനാ, കുരിശെടുത്തവനാ. കരങ്ങൾ അടിച്ച് ദൈവത്തിന് ചേർന്ന് സ്തോത്രം ചെയ്യ. ആകാശത്തിന് കീഴിൽ നിനക്ക് ഒരൊറ്റയാളെ പേടിക്കാനുള്ളൂ, അത് ദൈവത്തെയാ. ഒറ്റ വാക്കൂടെ പറഞ്ഞു വിടാൻ പോവാ. ദൈവത്തിന്റെ മുമ്പിൽ, ലിസൺ, ദൈവത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിനക്ക് നിൽക്കാൻ അധികാരം ഉണ്ടെങ്കിൽ നിന്നെ പിശാച് പേടിച്ച് തന്നെയാകണം. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ നിനക്ക് അധികാരം ഉണ്ടെങ്കിൽ നിന്നെ പിശാച് പേടിച്ച് തന്നെയാകണം. കരമടിച്ച ഒരു പ്രാവശ്യം ദൈവത്തിന് നന്ദി പറഞ്ഞാട്. God bless you all. ഇന്ന് രാത്രി ധന്യമായി കർത്താവ് നമ്മുടെ സംസാരിച്ചാൽ ഒരിക്കൽ കൂടെ സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ.